നടത്താറുണ്ട് അല്ലെ. ടീം മീറ്റ് എന്ന് പറയുന്നതിൽ ഉപരി നമ്മളുടെ ഒരു ഫാമിലി മീറ്റ് ആണ്. ഫാമിലി മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മളുടെ കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ച ചെയ്യുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പല പല സബ്ജക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ അത് എന്റർടൈൻ ചെയ്യാറുണ്ട്, തമാശകൾ പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒത്തു കൂടുമ്പോൾ അതൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ ഒരു വേളയില് നമുക്കറിയാം, നമ്മൾ ആരും ഉൾവലിഞ്ഞു പോകാറില്ല. നമ്മളെല്ലാവരും ആ ഒരു സഭയിൽ അന്ന് ഉണ്ടായിരിക്കും. ആ ഒരു പ്രസന്റ്, നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. നമ്മളും ആ ഒരു നമ്മൾ ആ ഒരു തമാശ അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ എന്ത് കാര്യത്തെ കുറിച്ചായിരിക്കോ അന്ന് അവിടെ നമ്മൾ സംസാരിക്കുന്നത്, അതിൽ നമ്മളും ഒരു അംഗമാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ നമ്മുടെ ഈ ഫാമിലി മീറ്റിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ആരും വീഡിയോ ഓഫ് ആക്കി ഇരിക്കാതെ, പറ്റുന്നവരെല്ലാവരും വീഡിയോ ഓൺ ആക്കി ഇരുന്ന് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക. കാരണം അത്രയ്ക്കും നമുക്കറിയാം, നമ്മളൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യാക്ഷരം നമ്മള് എഴുത്തിനൊക്കെ ഇരുന്ന് ഹരിശ്രീ കുറിച്ച് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അംഗനവാടിയിലൊക്കെ പോയി ചേരുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്. നമ്മൾ ആദ്യമേ നമ്മൾ 10ാം ക്ലാസ്സിൽ പോയിട്ട് SLC പരീക്ഷ എഴുതുമോ ഫുൾ A+ വാങ്ങുമെന്നല്ല അല്ലെ. നമ്മളവിടെ പഠിക്കുന്നത് നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള കുറെ പാഠങ്ങളാണ്. തറ, പറ, അങ്ങനെ നമ്മളുടെ ടീച്ചർ, നമ്മളുടെ ഗുരു നമ്മളുടെ കയ്യിൽ പിടിപ്പിച്ച് നമ്മളെ അങ്ങനെ എഴുതി പല അക്ഷരങ്ങൾ, ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചു. അതിനുശേഷം ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും വള്ളികള്, ചിഹ്നങ്ങള്, പുള്ളികളെല്ലാം ചേർത്ത് നമ്മളൊരു വാക്കുകൾ എഴുതാനും സെന്റൻസ് എഴുതാനൊക്കെ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഓരോ ക്ലാസ്സിൽ പടിപടിയായിട്ട് നമ്മൾ പഠിച്ചു വരുന്നതും 10ാം ക്ലാസ്സിലും ഒക്കെ ആ വലിയ എക്സാമുകളൊക്കെ എഴുതുന്നതും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാല് അതൊരു കുട്ടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ക്യാരക്ടറായിട്ട് മാറുന്നു. അതായത് നമ്മളിപ്പം നമുക്കറിയാം, അവന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ചീത്ത സ്വഭാവമായിരിക്കാം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അതൊക്കെ നമ്മൾ എപ്പോഴും ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയില്ല. ഒരു അധ്യാപകനോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയെ നമ്മൾ ഒരിക്കലും ആ ഒരു കുട്ടീനെ നമ്മളൊന്നും പറയാറില്ല. പക്ഷെ പകരം അവരുടെ പേരൻസിനെ പറയാറുണ്ട് അല്ലെ. പേരൻസ് നല്ലത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അടിത്തറ നല്ലതല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ അടിത്തറ നല്ലതാവണമെങ്കിൽ നമ്മള് ആ ഒരു ബേസിക് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഫാമിലിയെ ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാനും നമ്മളുടെ കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനും, അങ്ങനെ നമ്മളുടെ ഒരു ഫാമിലിയൊക്കെ സെക്യൂർ ആക്കാനും അതോടൊപ്പം നല്ലൊരു ആരോഗ്യം എല്ലാം നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനം തന്നെയാണ് അല്ലെ. ബേസിക് അടിത്തറ നന്നായിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള നമ്മുടെ എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ മുന്നോട്ടുള്ള യാത്രകളിൽ എപ്പോഴും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അടിത്തറ, അവരുടെ ബേസ് നല്ലതാണ്. അത്രയും നല്ലൊരു ബേസ് നമ്മൾക്ക് ഇന്ന് നമ്മുടെ ഈ ഫാമിലി മീറ്റിലൂടെ നമ്മൾക്ക് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരുന്ന് പറ്റുമെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, കാരണം പഴയ ലീഡേഴ്സിനൊക്കെ അറിയാം നമ്മളെല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുത്തിട്ടാണ് ഓരോ സെഷനിലൊക്കെ. ഇപ്പൊ പുതിയ ആൾക്കാരും അത് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് റെഡിയായിരിക്കുക. നമ്മളുടെ ബേസിക് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വേണ്ട ഒരു അടിത്തറ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് എല്ലാവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഷാജി സാറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് എടുത്തിങ്ങനെ ഷാജി സാറിന്റെ പിൻ ലെവലുകൾ പറയോ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാ ദിവസവും 24 hours നമ്മളുടെ കൂടെയുള്ള സാറാണ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് സാറിനെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കൈയെടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെയൊക്കെ ജ്യേഷ്ഠൻ, അച്ഛൻ, ഏത് പൊസിഷനാണ് സാറിന് വേണ്ടത് കൊടുക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാർ എന്ന് പറഞ്ഞ ഒരു മെന്റർ മാത്രമല്ല, എൻ്റെ ഒരു സഹോദരൻ കൂടിയാണ്. കാരണം നമ്മൾ പറയാതെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം സാറ് നമ്മുടെ എന്താണ് നമ്മുടെ മൈൻഡ്, അത് സാർ അതുപോലെ നമ്മൾ പറയാതെ വായിച്ചെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അത്രയും നല്ലൊരു മൈൻഡറിനെ കിട്ടുക എന്ന് പറഞ്ഞാലും മെന്ററിനെ കിട്ടുക എന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ വളരെ സ്നേഹത്തോടു കൂടി ഒരുപാട് എന്താ പറയാ ഘോഷിച്ച് സാറിനെ ഒരുപാട് പുകഴ്ത്തി അങ്ങനെ സാറിന്റെ പിന്നുകളൊന്നും എടുത്ത് പറയാതെ തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടി
ഏറ്റവും ബഹുമാനത്തോടു കൂടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ സാറിനെ ഈ ഒരു ബേസിക് നമ്മളോട് പറഞ്ഞു തരാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു നീതു. നീതു നല്ല ഒരുപാട് കാര്യങ്ങൾ പൊക്കിങ് പറഞ്ഞു അല്ലേ? അത്രയൊന്നും വേണ്ട. എനിവേ നമുക്കൊരു 9 ആൾക്കൂടെ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ 9 സീറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറ്റാം. ഓക്കെ. അതുകൂടാതെ കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോ ഓണാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് എനർജി ആവുമായിരുന്നു. ഞാൻ എനർജി ആയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോ ഓണാക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ സന്തോഷമുള്ള ആൾക്കാർ, എക്സൈറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു 5-6 ആൾക്കാരും കൂടെ വീഡിയോ ഓണാക്കിയാൽ ഹാപ്പി ആയിരിക്കും. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കഴിച്ചിട്ട് ഓണാക്കിയാൽ മതി, ബാക്കിയുള്ള എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കുക. കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മതി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറ്റുന്ന ആൾക്കാർ സാഹചര്യങ്ങൾ നോക്കി ഒന്ന് വീഡിയോ ഓണാക്കുക. കാരണം എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ് ഇത്? കുറേ പുതിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരാണ്, എനിക്ക് പരിചയക്കുറവുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഒരു 6 പേരും കൂടെ വന്നാൽ നമ്മൾ ഹൗസ്ഫുൾ സെഷൻ ആവും. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോരോ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പല പല സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഡെയിലി പ്രസൻറ്റേഷൻ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ സ്ഥിരമായിട്ട് പ്രസൻറ്റേഷൻ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതെന്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. പല ചിന്തകൾ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ ബേസിക് കാര്യങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവുമായിരിക്കും. ബോറടിക്കാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അന്ന് കേട്ട കാര്യം ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അത് ഷെയറൊന്നും ചെയ്യേണ്ട, മനസ്സിൽ ആലോചിച്ചാൽ മതി. ഇങ്ങനെ കാര്യങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് വില വെച്ചിട്ടില്ല, അതുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് വിജയിക്കാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡ് ഉള്ളത് ഒരു ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ലൈഡാണ് കേട്ടോ. ഞങ്ങൾ ഫുൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ആ ഫിസിക്കലിൻ്റെ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. എങ്കിലും ഞാൻ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ കവർ ചെയ്തിട്ട് പറയാനായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, ഹൗസ്ഫുൾ സെഷൻ ആയിട്ടുണ്ടല്ലേ? ഇനി നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് പറയാം, റെക്കോർഡുണ്ട്, അയച്ചു തരാം, നിങ്ങൾ റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈ 100 പേര് നമുക്ക് മതി. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയാം, കുറച്ച് സമയം കയറി വന്നോളും സമയം കിട്ടുമ്പോൾ. ഞാൻ എന്നും 100 പേരുള്ള സെഷൻ ആണെങ്കിൽ നമുക്കിത് മാറ്റണം, ലിങ്കൊക്കെ മാറ്റി കുറച്ച് 500 പേര് ലിങ്കിൽ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ 100 എപ്പോഴും വരുവാണെങ്കിൽ നമുക്ക് 500 പേര് ലിങ്ക് ആക്കാം അല്ലേ? ഒറ്റ സെക്കൻഡ് ഞാൻ ലിങ്ക് ഇന്ന് ഷെയർ ചെയ്യട്ടെ. ഇതിൽ ആദ്യമായിട്ട് ഇതുവരെ ഒരു പ്ലാൻ പോലും കേൾക്കാതെ ആരും ഉണ്ടോ? എനിക്കൊന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും അറിയാത്തതുണ്ട്. ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളതും ബാക്കി എല്ലാ ദിവസവും എന്താണ് നടക്കുന്നതും അറിയാത്ത ആൾക്കാരുണ്ട് തോന്നുന്നു. ഇന്ന് പുതിയ ആൾക്കാരൊക്കെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിസിനസ് അറിയാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും പ്രശ്നമില്ല, ഒന്ന് കേൾക്കുക. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം ക്ലാസ്സിൽ വന്ന് കുറച്ച് ക്ലാസ്സുകൾ കേട്ട ആൾക്കാർക്കുള്ള ഗ്രാമറുകളും കുറച്ച് കാര്യങ്ങളും നമ്മളിപ്പം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്ന വ്യക്തിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ പിന്നീട് ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ 100% സക്സസ് ആവാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതിലുള്ള എല്ലാ ആൾക്കാരും 100 പേരും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയുള്ള ആളാണ് ഈ മീറ്റിംഗ് കയറിയിട്ടുണ്ടാവും അല്ലേ? ആർക്കെങ്കിലും അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടാത്തത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തേ പറ്റും. വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ സക്സസ് ആവാൻ സാധിക്കുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ വെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണെന്നല്ല, വിജയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലക്ഷറി ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആരും പൈസ ഒന്നും കൊടുക്കാത്തത് കൊണ്ടുള്ള ആ ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. കാരണം പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുള്ളൂ. വിഷമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സമയം കണ്ടെത്തുള്ളൂ. ഇവിടെ പൈസ ആരും ചോദിക്കാത്തതുകൊണ്ട്, പൈസ ആർക്കും കൊടുക്കാത്തതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലെവലിൽ പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ലിസ്റ്റാണ് അല്ലേ? നമുക്കൊരു ലിസ്റ്റ് വേണം. നമ്മളെ ഈ ബിസിനസ് ചെയ്യേണ്ട റോ മെറ്റീരിയലാണ് ആൾക്കാർ അല്ലേ? കസ്റ്റമർ വേണം. ആൾക്കാരെ ചേർക്കലല്ല കേട്ടോ, ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ് അല്ല. കസ്റ്റമർ നമുക്ക് ആവശ്യമുണ്ട്. കസ്റ്റമറുടെ ലിസ്റ്റ് വേണം. അടുത്തത്
അവരെ ഈ കസ്റ്റമർക്ക് എങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാം, ഒരു വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അവരെങ്ങനെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യാം. രണ്ടാമത്തേത് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുക, ഷോ ദ പ്ലാൻ, അതുപോലെ ഫോളോ അപ്പ്. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമുക്കിതിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. രണ്ടാമത്, ആ വ്യക്തികൾക്ക് ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യാം, അവർക്ക് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ആ വ്യക്തികൾക്ക് ഈ പ്രസൻറ്റേഷൻ ഷോ ചെയ്യണം. പല ആൾക്കാരും ഷോ ദ പ്ലാൻ അല്ല, ടെൽ ദ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ പറയും, സാറേ ഞാൻ 5-10 ആൾക്കാർക്ക് പ്ലാൻ പറഞ്ഞു, ആർക്കും താല്പര്യമില്ല. ആ വ്യക്തി ഒരാഴ്ചയോട് ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം ഫുൾ പ്ലാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. വരാനുള്ള 10-25 പേർക്കും പ്ലാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ ആരും ഉണ്ടാവില്ല. ഷോ ദ പ്ലാൻ അത് പെർഫെക്റ്റ് ആയിട്ട് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രസൻറ്റേഷൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ആ വ്യക്തി ഇതിലേക്ക് പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ആയ 4ാമത്തെ കാര്യം. ഇതിൽ ഓരോന്നിലേക്ക് ഞാൻ പോവാം. ഞാൻ ഈ പറയുന്ന സ്ലൈഡിൽ എല്ലാ കാര്യവും ഞാൻ കവർ ചെയ്യില്ല, കാരണം ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളായത് കൊണ്ട് ഞാൻ കുറച്ച് ഓൺലൈൻ ടച്ച് ആയിട്ടാണ് പറയാം കേട്ടോ. ഈ സ്ലൈഡ് ആക്ച്വലി ഫിസിക്കലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സെഷൻ സ്ലൈഡാണ്, എങ്കിലും അതും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും. നമുക്കിതിൽ ഇമ്പോർട്ടൻസ് ആയി വേണ്ടുന്നത് 100 പേരുടെ ലിസ്റ്റാണ്. ഈ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റ് നമ്മൾ എഴുതണം. അല്ല, നിങ്ങൾക്ക് വീട്ടിലൊരു കല്യാണം വരുന്ന സമയത്ത്, നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ കല്യാണം, മക്കളുടെ കല്യാണം അല്ലെങ്കിൽ സഹോദരൻ്റെ കല്യാണം വരുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വന്ന പോലെയാണോ നമ്മൾ പോയി കല്യാണം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക? കല്യാണം ക്ഷണിക്കുക, നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന, മീൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വഴി 2 വീട്ടിൽ കയറി കല്യാണം പറഞ്ഞു വരും. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ അടുത്ത 2 വീട്ടിൽ കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ വീടുകൾ വിട്ടുപോകില്ല, കല്യാണം വേണ്ടപ്പെട്ട ആൾക്കാർ വിട്ടുപോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കല്യാണം ഇൻവൈറ്റ് ചെയ്യേണ്ട ആൾക്കാർ നമ്മൾ പേര് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും, ഒരു ബുക്കിൽ പേര് എഴുതി വെക്കുകയും അവരുടെ പേരിൽ കല്യാണക്കുറി ഉണ്ടെങ്കിൽ അവരുടെ പേര് എഴുതി കൊടുക്കുന്നുണ്ടാവും, അത് ലിസ്റ്റ് എഴുതുന്നുണ്ടാവും. അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ ലിസ്റ്റ് എഴുതാറുണ്ടാവും അല്ലേ. ഇപ്പോൾ വാട്സപ്പിൽ ആയിരിക്കും എഴുതി വെക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ടായിരിക്കും നമ്മൾ കടയിലേക്ക് പോകുന്നുണ്ടാവുക. ലിസ്റ്റ് എഴുതാതെ പോയി കഴിഞ്ഞാൽ, ഓർമ്മ വെച്ച് പോയി കഴിഞ്ഞാൽ, അവിടെ എത്തുമ്പോൾ മൊബൈൽ 2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ, മറ്റുള്ള കാര്യങ്ങൾ ബിസി ആയി കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം നമ്മൾ വിട്ടുപോകുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻസ് ആയി നിങ്ങൾക്ക് വേണ്ടത് ഒരു 100 പേരുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. ഒന്നിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞില്ല, എനിക്ക് അതിന് അത്രയൊന്നും കോൺടാക്ട്സ് ഇല്ല സാറേ, എനിക്ക് അത്ര പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ല, ഞാൻ ആരുമായിട്ട് അത്ര കണക്ഷൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇതിൽ കൂടുതലുണ്ടാവുക. നിങ്ങൾക്ക് ആരുമായിട്ട് അത്ര കണക്ഷൻ ഇല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ വിജയിക്കാൻ എളുപ്പമാണ്. കൂടുതലായിട്ട് ആൾക്കാർക്ക് കണക്ഷനുള്ള ആൾക്കാർക്ക് നെഗറ്റീവ് കൂടുതൽ കേൾക്കാൻ സാധിക്കും. നെഗറ്റീവ് കൂടുതൽ കേൾക്കുമ്പോൾ നമ്മൾ ബിസിനസ് വിട്ടേക്കാം. ഇവിടെ അധികം ഫ്രണ്ട്സ് സർക്കിളും അധികം കോൺടാക്ട് ലിസ്റ്റും റിലേറ്റീവ്സും വേണമെന്നില്ല കേട്ടോ. നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതി വെക്കുക. അതെങ്ങനെ ചെയ്യണം എന്നില്ല ഞാൻ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ പറഞ്ഞുതരാം. നമ്മൾ FRIENDS ഫ്രണ്ട്സ്, അതിൻ്റെ ഒന്ന് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ കൂട്ടുകാരുണ്ടാവും, ഒരുമിച്ച് പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവരോടൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റും. അവരുടെ പേര് നമ്മൾ എഴുതി വെച്ചേ പറ്റും. ഒരു ബുക്കിൽ എഴുതി വെക്കണം 100 പേരുടെ പേര്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുഴപ്പമില്ല, അവരെല്ലാം ലിസ്റ്റ് എഴുതി വെക്കുക. അടുത്തത് റിലേറ്റീവ്സ് ആവാം. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ബന്ധക്കാരുണ്ടാവും, അല്ലെങ്കിൽ വൈഫിൻ്റെ ബന്ധക്കാരുണ്ടാവും, അല്ലെങ്കിൽ സഹോദരി കല്യാണം കഴിച്ച് പോയി അവരുടെ ബന്ധക്കാരുണ്ടാവും. ഇവരൊക്കെ നമുക്ക് റിലേറ്റീവ്സാണ്. ഇവരൊക്കെ നിങ്ങൾ നല്ല എപ്പോഴും റെഗുലറായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാർ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് പഠിച്ച ആൾക്കാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. 7ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, +2ൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, ഡിഗ്രീൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, പല വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവരൊക്കെ പല ഇതിലും പോയി പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടോ. പക്ഷേ ലിസ്റ്റ് ഉണ്ടാക്കാൻ മടിക്കണ്ട, എല്ലാവരും പേര് എഴുതി വെക്കുക. അതുപോലെ ഈ കോൺടാക്ട്സ്, സോഷ്യൽ മീഡിയ കോൺടാക്ട്സ് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. ഫേസ്ബുക്ക് കോൺടാക്ട്സും ഇൻസ്റ്റാഗ്രാം കോൺടാക്ട്സും ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. നെയ്ബേഴ്സ് ഉണ്ടാവും, നമ്മളെ നെയ്ബേഴ്സ് ഉണ്ടാവും, അതുപോലെ നമ്മളെ വൈഫിൻ്റെ നെയ്ബേഴ്സ് ഉണ്ടാവും, അതുപോലെ സഹോദരിയോ അല്ലെങ്കിൽ ബ്രദറോ കല്യാണം കഴിച്ച ഭാഗത്തൊക്കെ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നെയ്ബേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ലിസ്റ്റ് നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കണം. അവർ D for ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഡയറക്ടറി. ഡോക്ടേഴ്സ് നമുക്ക് പല ആൾക്കാരും ഡോക്ടറോട് ബിസിനസ്സൊക്കെ പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ പൈസയുള്ള ആൾക്കാരല്ല, എങ്ങനെയാണ്
അവർ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരാളെ പോലും ഈ ബിസിനസ് നിങ്ങൾ ഒഴിവാക്കരുത്. സ്ട്രേഞ്ചേഴ്സ്, എസ് ഫോർ സ്ട്രേഞ്ചേഴ്സ്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സ്ട്രേഞ്ചറാണ്. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് എനിക്ക് യാതൊരു പരിചയമില്ലാത്ത വ്യക്തി ഒരു മിസ് കോൾ വഴി വേറൊരു ആവശ്യത്തിന് കോൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ കോളത്തിൽ എൻ്റെ പേര് എഴുതി, എൻ്റെ മൊബൈൽ നമ്പർ എഴുതി. അന്ന് തന്നെ അതിൽ അധികം വൈകിക്കാതെ തന്നെ അവരെൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞ സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് കേൾക്കാൻ തയ്യാറായത്. ഇന്ന് എൻ്റെ ലൈഫായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലാസ്റ്റിലത്തെ സ്ട്രേഞ്ചേഴ്സിലേക്കായിരിക്കണം. ആദ്യത്തേക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നില്ല. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ വിഷമം കൊണ്ട് ചിലപ്പോൾ നിങ്ങളോടൊപ്പം വരുന്ന ആൾക്കാരായിരിക്കും. ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർ. മാക്സിമം നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മളെ നിരുത്സാഹപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ. എങ്കിലും അതിനും ആവശ്യക്കാരുണ്ടാവും, ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ കൂടെ വന്നേക്കാം. ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്തിട്ടോ ഇന്ന വ്യക്തി അവന് ഇഷ്ടംപോലെ പൈസയുണ്ട്, അവൻ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരാളാണ്, അവൻ വരില്ല. ചിലപ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരുപാട് കോൺടാക്ട്സുകൾ, ഒരുപാട് ആൾക്ക് നല്ല കണക്ഷനുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് വിജയിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. ഒരാളെ നിങ്ങൾ അങ്ങനെ കാണണ്ട കേട്ടോ. കാരണം എന്നെ ഈ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് പ്ലാൻ തന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഡോർ വന്ന് പുറത്തിറങ്ങിയ പാട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നാണോ ഇവനെ ഒരിക്കലും ഫോക്കസ് ചെയ്യേണ്ട, വെറുതെ നിൻ്റെ സമയം വേസ്റ്റ് ആക്കണ്ട, 10 മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ല പറഞ്ഞ വ്യക്തി, ഞാൻ കൊടുത്ത അരമണിക്കൂർ പ്രസൻറ്റേഷൻ സീലിംഗ് ഫാൻ നോക്കിയിരുന്ന വ്യക്തിയാണ്. അവനെ ഫോക്കസ് ചെയ്ത് നിൻ്റെ സമയം കളയേണ്ട പറഞ്ഞിട്ടാണ് എൻ്റെ അപ്ലൈൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ഒരിക്കലും അവരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുള്ളത്. എനിക്ക് പ്ലാൻ തന്ന എൻ്റെ 2 അപ്ലൈനും ഇന്ന് ഈ ബിസിനസ്സിലില്ല. പക്ഷെ ഞാൻ ഈ ബിസിനസ് കേട്ടു, ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, അറിയാനും പഠിക്കാനും ശ്രമിച്ചു. എൻ്റെ ലൈഫിൽ ഇത്രയും പ്രായത്തിനിടയിൽ ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ദൈവത്തിനെ പോലെയാണ് ഞാൻ ഈ കൊണ്ടുതന്ന വ്യക്തിയെ കാണുന്നതെങ്കിലും എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ എന്നെ വഴിയിലിട്ട് പോയതുകൊണ്ട് എനിക്ക് ദൈവത്തിനെ കൂട്ടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായി. എനിക്ക് എന്നെ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ട് തന്നു, പഠിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു, അവർ വേറെ വഴിക്ക് പോയി. പക്ഷേ ദൈവമായിട്ടാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ബിസിനസ്സാണ് എന്നെ സ്വപ്നം കാണാൻ വീണ്ടും പഠിപ്പിച്ചത്. ജീവിതത്തിലുണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം കളഞ്ഞ് ചാക്കിൽ കെട്ടി പാക്കാക്കി ഒഴുക്കി വിട്ട വ്യക്തിയാണ് ഞാൻ. ഇനി മുന്നോട്ടൊരു ലൈഫ് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരാളെയും കളയണ്ട, ഒരാളെ ഉപേക്ഷിക്കേണ്ട, എല്ലാവരെയും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈനായിട്ടൊക്കെ കണക്ട് ചെയ്യണം. അതൊന്നും ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നില്ല. കാരണം അത് ഫിസിക്കൽ മീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ആക്കി ഒരു 30 പേരെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അതിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. എങ്കിലും ഒരു 100 ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ആദ്യത്തെ ഒരു 30 പേരെ പ്രയോറിറ്റൈസ് ചെയ്ത് അവർ നമ്മൾ ലിസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതെങ്ങനെ പ്രയോറിറ്റി ചെയ്യാന്ന് വെച്ചാൽ, മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, പല പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ കേട്ടോ, ഒരുപാട് ചെറുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. 10ാം ക്ലാസ് തുടങ്ങിയ സമയത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇന്നേ വരെ ഒരു ബിസിനസ്സിൽ സക്സസ് ആയിട്ടില്ല. 1 വർഷമോ 2 വർഷത്തിൽ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്സ് അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് മേഖലയിൽ പോകുന്ന സമയത്ത് അതിന് ആവശ്യമായ പണമില്ലാത്തതിൻ്റെ പേരിലാണ് പരാജയപ്പെട്ടു പോയത്. അല്ലാതെ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നല്ല, അതിന് വേണ്ടത്ര പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം പരാജയപ്പെട്ടു പോയതാണ്. അതുപോലെ മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കട്ടോ. ബിസി ആയിട്ട് എപ്പോഴും എൻഗേജ് ആയിരിക്കും, എപ്പോഴും പറന്ന് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ. ചാറപ്പറ എല്ലാത്തിലും പോയി തലവെച്ച് കൊടുക്കുന്ന ആൾക്കാർ, എന്ത് കിട്ടിയാലും അതിൽ പോയി തലവെച്ച് കൊടുക്കും. അങ്ങനെ ആൾക്കാരെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കട്ടോ. അവരെ ചിലപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വൈഫിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. വൈഫ് ഇത് കേട്ട് എല്ലാം കഴിഞ്ഞ് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് വരും എൻ്റെ ഹസ്ബൻഡ് വേണ്ടാന്ന് പറഞ്ഞു വിട്ടു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വേസ്റ്റ് ആവുന്നുണ്ടോ. അതായത് നിങ്ങൾ ഹസ്ബൻഡാണ് ഈ പ്ലാൻ കൊടുക്കുന്നതെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ പോകുന്ന വൈഫിനോട് പറയുമ്പോൾ അവിടെ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പറ്റുവാണെങ്കിൽ അവരെ ഒരുമിച്ചിരുത്തി ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 2 പേർക്കും അവരുടെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. നല്ല ഒരുപാട് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ഫാമിലി ഫ്രണ്ട്സ് വെച്ചാൽ നിങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് വിരുന്ന് പോകുന്നുണ്ടോ, അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കറങ്ങാൻ വെളിയിൽ പോകുന്ന സമയത്ത് ഒരുമിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ഫ്രണ്ട്സിന് ഉണ്ടാവും. അവരൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക.
അതുപോലെ സക്സസ്ഫുൾ ആയ കുറേ ആൾക്കാരുണ്ടോ അല്ലേ, നമ്മൾ പല ബിസിനസ്സും ചെയ്ത് വിജയിച്ച് പോയ കുറേ ആൾക്കാരുണ്ടാവും, അവരെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മളെ ലെവൽ, നമ്മളെ സെയിം കാറ്റഗറി ലെവലിൽ, നമ്മൾ വിദ്യാഭ്യാസവും സൗന്ദര്യവും ആരോഗ്യം എല്ലാം പറഞ്ഞത് ഏകദേശം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ലെവലിൽ ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുത്തി പ്രയോറിറ്റി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അതൊരു മാൻ മെത്തേഡ് ലെവൽ യൂസ് ചെയ്യുക. MAN, മാൻ എന്ന് പറഞ്ഞാൽ മണി അല്ലേ, പൈസ, അത്യാവശ്യം കയ്യിൽ പൈസയുള്ള ആൾക്കാർക്ക്. എന്തിനാണ് ഇത് പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പറഞ്ഞ സാധനം വാങ്ങിക്കണ്ടേ, അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാനല്ലല്ലോ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നത്, അച്ഛനല്ലേ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡല്ലേ വാങ്ങിക്കുന്നത്, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ടോ. വീട്ടിൽ കൂട്ടുകുടുംബമാണ്, അവർ ഞാൻ സാധനം വാങ്ങിക്കുന്നില്ല, അവരെ വാങ്ങിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകുമ്പോൾ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുക കയ്യിൽ പൈസയുള്ള ആൾക്കാർ. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള സ്റ്റുഡൻറ്റിനോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാവത്തിൻ്റെ ഒരു 5 പൈസ ഉണ്ടല്ലോ, പോക്കറ്റ് മണി 100 രൂപ കിട്ടാൻ തന്നെ കുറേ കരഞ്ഞിട്ടാണെങ്കിൽ വാങ്ങിക്കണോ, അദ്ദേഹത്തിൻ്റെ ഒരു 5 പൈസ ഉണ്ടാവില്ല, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ബിസിനസ് കൊടുക്കേണ്ടതെന്നല്ല, ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം, പക്ഷേ സാധ്യത കുറവായിരിക്കും. അവർ ആദ്യം പറഞ്ഞൊരു കാര്യം, സാധനം വാങ്ങിക്കാൻ പൈസയില്ല, പാരൻസ് സമ്മതിക്കുന്നില്ല, എന്നിട്ട് അവർ ഒഴിവാകുന്നുണ്ടോ. അതുപോലെ എന്ന് പറഞ്ഞാൽ അതോറിറ്റി. ഇപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ, വൈഫിനോട് ഷെയർ ചെയ്യുമ്പോൾ വൈഫ് പറയുകയാണ് ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. നമുക്കൊരു അതോറിറ്റി ചെയ്യാൻ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന വ്യക്തി ആയാൽ കുഴപ്പമില്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാം, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം, അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം, അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്ന് പറയാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ N for need, ആവശ്യക്കാർക്ക്, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആവശ്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഹസ്ബൻഡിന് ചിലപ്പോൾ ജോലി ഉണ്ട്, ശമ്പളം കുറവായിരിക്കും, അത് ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടി മുട്ടിയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നന്നായി പഠിച്ച പെൺകുട്ടികൾ സാഹചര്യങ്ങൾ കാരണം വീട്ടമ്മമാരായി വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന, കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിൽ പ്രായമായ അച്ഛനമ്മ നോക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങൾ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ജോലി കിട്ടാതെ വിഷമത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ എല്ലാം ആവശ്യക്കാരാണ്. അവരൊക്കെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുമിച്ച് പഠിച്ച പെൺകുട്ടികളുണ്ടാവാം, അവർ ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ ഒതുങ്ങി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അവസരത്തിൽ പാഴാക്കി പോയിട്ടുണ്ടാവും, അല്ല ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി പൈസ പോയി കളഞ്ഞിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട്സിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ റെഫറൻസിൽ നമുക്ക് ഈ ഇതിലേക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തോട് പറയാം, നിങ്ങൾക്ക് ഈ ബിസിനസ് വേണ്ടെങ്കിൽ വിട്ടേക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആവാൻ ചിലപ്പോൾ അവർ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ അവരോട് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിവാകുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി താല്പര്യം ഉണ്ടാവില്ലേ, അവർക്കൊരു വരുമാനം എത്തിച്ച് കൊടുത്തൂടെ, അല്ലെങ്കിൽ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുത്തൂടെ, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കി കൊടുത്തൂടെ. ആ ലെവലിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ റെഫറൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഇവരൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഇതിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ആ 100 പേരുടെ ലിസ്റ്റ് നമ്മൾ ചെയ്തു വെച്ചു. ആ 100 പേരുടെ ലിസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഡെയിലി പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ലിസ്റ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് എല്ലാ ദിവസവും 2 പേരെ ആ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾ 100 പേരുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ 100 എപ്പോഴും അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ആ നമ്മളെ ആദ്യത്തെ ലിസ്റ്റ് 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 10 പേർക്ക് പ്ലാൻ കാണിച്ചിട്ടുണ്ടാവും, അത് 90 ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരെയോ, അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ പെട്ടെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും, അവരെ അതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റെഗുലറായിട്ട് ഒരു ആക്ടിവിറ്റി നമ്മളെ പെർമനൻ്റ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കതിന് പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് എഴുതി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നിങ്ങൾ എഴുതി വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് അതിനകത്ത് വരുന്നുണ്ടോ. ഈ ഇൻവിറ്റേഷൻ മുന്നേ ഞാൻ ഓൺലൈനിൽ ചെയ്യുന്ന കുറച്ചും കൂടി പറഞ്ഞുതരാം. അടുത്ത ഇൻവിറ്റേഷൻ ആണെങ്കിൽ പോലും ഓൺലൈനിലൂടെ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ബിൽഡ് ചെയ്യാം അതും കൂടെ അത് എല്ലാവരും ഈ ഇരിക്കുന്ന 100 പേരും ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾക്ക് പല ആൾക്കാരുടെ പ്രശ്നം എന്താണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടു, ഒരു മോട്ടിവേഷൻ കണ്ടു,
ID എടുത്തു, ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ അവർ മെസ്സേജ് നോക്കുന്നുണ്ടാവില്ല, മീറ്റിങ്ങിൽ കയറാൻ പറഞ്ഞാൽ മീറ്റിംഗ് കയറില്ല. കാരണം ആദ്യത്തെ മോട്ടിവേഷനിൽ ID എടുത്ത ആൾക്കാരാണ്, രണ്ടാമത് മോട്ടിവേഷൻ അവർക്ക് കിട്ടിയില്ല. അവർ പിറ്റേ ദിവസം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരുടെങ്കിലും പോയി ഷെയർ ചെയ്ത് കാണും, അവിടെ നെഗറ്റീവ് കേട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് കാണും. ഇങ്ങനെ പല ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇതിലേക്ക് വന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്നുണ്ടാവും. പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, ആദ്യത്തെ പ്രാവശ്യം 100 PV ചെയ്തു, രണ്ടാമത്തെ മാസം 100 PV ചെയ്തു, പിന്നെ കൺസിസ്റ്റൻസി ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നാലാമത്തെ മാസം വാങ്ങിക്കും, 5ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയോടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്? അവർക്ക് ഇതിലൊരാളെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞിട്ട് ആരും ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അവർ ആദ്യം പറഞ്ഞ ചുറ്റും വീട്ടിനടുത്തുള്ള 2-3 ഫ്രണ്ട്സിനോടായിരിക്കും, ബന്ധക്കാരോടായിരിക്കും. അവർ ആദ്യം തന്നെ കളിയാക്കി ഈ പരിപാടി പിന്നെ വേറെ ആരോട് അവർ പറയില്ല. സാധനം ആ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി 4 മാസം വാങ്ങിക്കും, 5ാമത്തെ മാസം കഴിഞ്ഞാൽ ആ വ്യക്തി ബിസിനസ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അനുഭവമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നത്? ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ എസ് ഒക്കെ ടൈപ്പ് ചെയ്യുക, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എസ് ടൈപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുള്ളൂ. പല ആൾക്കാർ ശ്രദ്ധിക്കുക, സീരിയസ് ആയിട്ട് ആൾക്കാർ ബിസിനസ് വരുന്നുണ്ടാവും, വരുന്ന സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തെ വീഡിയോ ഓണാക്കി ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ 5ാമത്തെ മാസം ആകുമ്പം ആ വ്യക്തിയെ കാണില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനൊരു ജോയിനിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ആൾക്കാരില്ലാഞ്ഞായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഒരു വ്യക്തി ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ, അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളും അദ്ദേഹവും, ഇനി അദ്ദേഹത്തിന് വേറെ അപ്ലൈ ഉണ്ടെങ്കിൽ അവരെയും കൂടെ അതിൽ ആഡ് ആക്കിയിട്ട് അഡ്മിൻ ആക്കി വെക്കുക, ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കി വെക്കുക. അതിനൊരു ചെറിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്, ഇത് പല ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. പല ലീഡേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെക്കുക, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കൊരു ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലീഡേഴ്സ് ശരിയാക്കി തരും. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അവർക്കത് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ റിലേറ്റീവ്സിനോ അവരുടെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ പരസ്യങ്ങൾ കാണുന്ന ഒരുപാട് വാർത്താ ഗ്രൂപ്പുകൾ കാണാം. പല ഗ്രൂപ്പുകൾ അഡ്മിൻസിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 100, 150, 200 കൊടുത്ത് പരസ്യം കൊടുക്കുന്ന ഗ്രൂപ്പുകൾ കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, പല യൂട്യൂബിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് സ്റ്റാറ്റസ് വെക്കാൻ പറയാം. ഞാൻ ഇതിൽ പല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിസിനസ് സീരിയസ് ആണോ ചോദിച്ചാൽ സീരിയസ് ആണ്, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്റ്റാറ്റസ് അവരെ ഫ്രണ്ട് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അവർ ചെയ്യുന്ന വെസ്റ്റീജ് കമ്പനിയുടെ സ്റ്റാറ്റസ് വെക്കുന്നില്ല. മറ്റുള്ള ഫ്രണ്ട്സ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും, ചുരിദാറിനെ കുറിച്ചും, അച്ചാറിനെ കുറിച്ചും, ഇങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും സ്റ്റാറ്റസ് വെക്കും. ചോദിച്ചാൽ പറയും അതെൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അവൾ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാറ്റസ് വെച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ? എനിക്ക് ആരും കിട്ടുന്നില്ല സാറേ. എങ്ങനെയാണ് കിട്ടുക? നിങ്ങൾ വെക്കുന്ന ഫ്രണ്ടിൻ്റെ ബിസിനസ് സ്റ്റാറ്റസാണ്. നിങ്ങൾ ഈ ബിസിനസ്സുള്ള കാര്യം ആർക്കും അറിയില്ല. എങ്ങനെയാണ് ആൾക്കാർക്ക് മനസ്സിലാവുക നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, അത് സീരിയസ് ആണ്? എങ്ങനെ മനസ്സിലാവും? ഇത് ആർക്കെങ്കിലും അനുഭവമുള്ളതാണോ? അനുഭവം ആർക്കെങ്കിലും അനുഭവം 50% ആൾക്കാർ ഞാൻ കണ്ടത് ഇതിലുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നത് ആരുടെയോ ബിസിനസ്സിന് സ്റ്റാറ്റസാണ്. അല്ലെങ്കിൽ സിനിമാ പാട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ഒരു പാട്ട് വെച്ച് സ്റ്റാറ്റസ്, ഭക്തിഗാനം വെച്ച് സ്റ്റാറ്റസ് അതിൽ വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്താ പ്രയോജനം നിങ്ങൾക്ക്? നിങ്ങളുടെ സ്റ്റാറ്റസ് കാണേണ്ടത് വെസ്റ്റീജിൽ സക്സസ് ആയികളുടെ ഫോട്ടോ ആവണം, വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ആവണം, നിങ്ങളുടെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സിൽ അതിൻ്റെ സ്റ്റാറ്റസ് ആവണം. എന്നാലേ ആൾക്കാർ മനസ്സിലാവണം നിങ്ങൾ സീരിയസ് ആയിട്ട് എന്തോ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇതൊന്നും ചെയ്യാതെ അച്ചാറിൻ്റെ ഡബ്ബി എടുത്തിട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പൂവിൻ്റെ 4 മണി പൂവിൻ്റെ പോസ്റ്റ് എടുത്ത് ഇതെൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന സാറേ, ഞാൻ ചെയ്യുന്നതല്ല. അവർ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞാൽ അവർ വെക്കില്ല. കാരണം അവരുടെ ബിസിനസ് മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ. സ്വന്തം കട തുടങ്ങിയിട്ട് തൊട്ടടുത്ത കടേൻ്റെ ഫോട്ടോ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പറയും ആ കടയിൽ പോയി പൊറോട്ട കഴിച്ചു, ആ കടയിൽ പോയി ബിരിയാണി കഴിച്ചോ, ഇവിടെ കൊള്ളില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ലെവലിലായി കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് വഴി, നമ്മളെ ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി മാക്സിമം ആൾക്കാരോട് ഷെയർ ചെയ്യിപ്പിക്കാനും, നിങ്ങളോട് ബിസിനസ് താല്പര്യമുള്ള ഫ്രണ്ട്സിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് സ്റ്റാറ്റസ് വെച്ചിരുമോ എന്ന് ചോദിച്ചാൽ അവരത് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ? സ്റ്റാറ്റസ് വെക്കുന്ന ബിസിനസ് അല്ല ഇത്. പക്ഷേ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ആൾക്കാർ വരാൻ, ആവശ്യക്കാർ, വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിലേക്ക് വരും. അല്ലാതെ നിങ്ങളൊരു ഫ്രണ്ട്സിനോട് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഞാനൊരു ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ കൂടുന്നോ, എന്താ വേണ്ടത്, അവർക്ക് എന്താ സംഭവം, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി, വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി, പൈസ വരും. ഇത് തന്നെയല്ലേ എല്ലാ മണി ചെയിൻകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആവശ്യമില്ലാതെ ക്രീം വാങ്ങിക്കുന്ന കമ്പനിയും ആവശ്യമില്ലാതെ ജ്യൂസ് കൊടുക്കുന്ന കമ്പനിയും ബെഡ്ഷീറ്റ് കൊടുക്കുന്ന കമ്പനി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സാധനം വാങ്ങിച്ചാൽ മതി, 30,000 സാധനം വാങ്ങിച്ചാൽ മതി, രണ്ടുപേരും അപ്പുറപ്പുറം ചോദിച്ച് കിടന്നുറങ്ങിക്കോ, പൈസ വന്നോളും എന്ന് പറഞ്ഞ പരിപാടിനെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? നമ്മൾ പറയുമ്പം എക്സൈറ്റ്മെൻ്റ് ഇല്ല, എനർജി ഇല്ല, ഇതൊന്നുമില്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കുന്ന വ്യക്തികൾക്ക് ഇത് മറ്റേ സംഭവം ഇവിടം തുടങ്ങിയിട്ടുണ്ടല്ലേ, സുകുമാരൻ ചേട്ടൻ തുടങ്ങി, അല്ലെങ്കിൽ നീതു തുടങ്ങി, പുതിയ പരിപാടി എന്തോ വെച്ച് വരുന്നുണ്ട്, ഇനി സുകുമാരൻ ചേട്ടൻ്റെ മെസ്സേജ് നോക്കണ്ട, നീതുവിൻ്റെ മെസ്സേജ് നോക്കണ്ട, ആ പരിപാടി എന്തോ ഉടായിപ്പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തിനാലും കല്യാണം പറയാൻ വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ICU കിടക്കുന്ന വിളിച്ചു പറഞ്ഞാൽ പോലും ഫോൺ എടുക്കില്ല. എന്ത്, അവർ ഓപ്പർച്യൂണിറ്റി പറയാൻ വേണ്ടി വിളിക്കുകയാണ്, അതുകൊണ്ട് നോക്കില്ല ഫോൺ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടോ, അതുകൊണ്ട് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് എപ്പോഴും സംസാരിക്കുന്ന കാര്യം, എക്സൈറ്റ്മെൻറ്റോട് സംസാരിക്കേണ്ട കാര്യം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചായിരിക്കണം. ഞാൻ എപ്പോഴും ആൾക്കാരോട്, എൻ്റെ വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ജോലിക്ക് പോയിട്ടിലേക്കും ഞാൻ ജോലിയിൽ മതിയാക്കി വീട്ടിൽ തന്നെയാണ്, വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ബിസിനസ്സാണ്, ദുബായിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മകള് ദുബായിൽ പഠിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് സ്ട്രഗിൾ നിൽക്കുന്ന ഫാമിലി. എന്താ സംഭവം? ഞാൻ അവരൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സാണ്, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാണ്. അവരോട് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ അവരെപ്പോൾ നോക്കിയാലും ഞാൻ ഫുൾ ഫ്രീ ആയിരിക്കുക. വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടോ, കറങ്ങാൻ പോകുന്നുണ്ടോ, താഴെ പോകുന്നുണ്ടോ, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, മക്കളെ കൂടെ കറങ്ങുന്നുണ്ടോ, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നു, എല്ലാം കാണുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഫ്രീ ലൈഫിലാണ്. അവർക്ക് ആകാംക്ഷയാണ് ഇതെന്താ അറിയാൻ വേണ്ടി. നമ്മളെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കാണുമ്പോൾ നമ്മൾ ചോദിച്ചോളും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻവൈറ്റ് ചെയ്യേണ്ട വ്യക്തിയെ നിങ്ങൾ ഫുൾ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അതിന് എങ്ങനെ നമുക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റും? സോഷ്യൽ മീഡിയ വഴി എത്തിക്കാൻ പറ്റും. ദുബായിലുള്ള എൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഞാൻ എങ്ങനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓരോ പഞ്ചായത്തിലും നമ്മുടെ ബിസിനസ് എത്തുന്നത് എങ്ങനെയാണ് ആലോചിച്ച് നോക്കുക? സോഷ്യൽ മീഡിയ വഴിയാണ്. എല്ലാ ദിവസവും ഒരു 100 പേരോടെങ്കിലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യും. 100 പേരോട് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യും. ചിലപ്പോൾ 10 പേര് മാത്രമേ എനിക്ക് റിപ്ലൈ തരുള്ളൂ. മതി, എനിക്ക് 10 പേര് റിപ്ലൈ മതി. 80-20 റേഷ്യോ ആണ്. 100 പേരോട് പറഞ്ഞാൽ 20 പേരെങ്കിലും ഒരു ഹായ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. അവരോട് അടുത്ത വോയിസ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂമിലേക്ക് വരുന്നുണ്ടാവും. അതിൽ 5 പേരെ സൂമിലേക്ക് വരുള്ളൂ. 5 പേര് സൂമിൽ വന്നു കഴിഞ്ഞാൽ അതിൽ 3 പേര് തുടങ്ങിയ ഉടനെ ഇറങ്ങിങ്ങ് പോകും. മുള്ളുമ്മിൽ ഇരുന്ന 5 പേര് 5-ൽ 3 പേര് മുള്ളിൻ്റെ മുകളിൽ ഇരിക്കുക. കറക്റ്റ് അങ്ങ് ഇരിക്കൂല, ഒരു സൈഡിൽ ചെരിഞ്ഞിരുന്നിട്ട് ഇത് സംഭവം മറ്റേ തന്നെ ഒറ്റ പോക്കാണ്. അവസാനം വരെ 2 പേര് ഇരിക്കും. ആ 2 പേരിൽ 2 പേരും ചിലപ്പോൾ ഐഡിയ എടുക്കും. മോട്ടിവേഷനിൽ ഒരാൾ ഐഡിയ എടുത്തതിന് ശേഷം വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ലാസ്റ്റ് ഈ 100 പേർക്ക് അയച്ചപ്പോൾ ഒരാളായിരിക്കും ഐഡിയ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന സമയത്ത് 30 ദിവസം കൊണ്ട് ഒരു 30 ജോയിനിങ് നടക്കും. ഈ 30 പേര് സീരിയസ് ആവുമോ? അതും ആവില്ല. ആ 30 പേരിലും 80-20 റേഷ്യോ വരും. അതിൽ 4, 5, 6 ആൾക്കാർ മാത്രമേ സീരിയസ് ആവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയല്ലേ നിങ്ങൾക്കുള്ളത്? എത്ര വ്യക്തികൾക്ക് പ്ലാൻ കാണിച്ചിട്ടുണ്ടാവും? എത്ര ആൾക്കാർ ഐഡിയ എടുത്ത് പോയി? എത്ര ആൾക്കാർ പർച്ചേസ് ചെയ്ത് പോയി? 1, 2, 3, 4 ആൾക്കാർ സീരിയസ് ആയി നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവരെയും പിന്നെയും കാണില്ല കേട്ടോ. ചിലപ്പോൾ അവർ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ 4-5 പേരെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവരായിരിക്കും ഇതിൽ സീരിയസ് ആയി നിങ്ങളെ ഇതിലേക്ക് എല്ലാ ആൾക്കാരും കൊണ്ടുതരുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുക, യാതൊരു കാരണവശാലും നമ്മളെടുത്ത തീരുമാനം മാറാതിരിക്കുക. ആരും വന്നു, ഇനി വന്ന ആൾക്കാർ ആക്റ്റീവായി നിൽക്കുന്നില്ല, അതേ പരാതിയും കൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം മാറ്റാതിരിക്കുക. സ്ട്രോങ് ഡിസിഷൻ. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ആൾക്കാരെ കൊണ്ടുവരും, അതിവിടെ എത്തിക്കോളും. യൂണിവേഴ്സൽ പവറിൽ അത് വന്നോളും, നമ്മളിതിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളാണെങ്കിൽ. ഇനി ഇൻവിറ്റേഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഓൺലൈൻ വഴി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഫോൺ വഴി നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് ഓൺലൈൻ വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പ് വഴിയാണ് ഈ ഒരാൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? ഹൈ റിച്ച് ആണോ? ഫോർ ആണോ? ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ലേ? ഫിജി കാർഡാണോ? സാധനം വാങ്ങിക്കണം, പ്രൊഡക്റ്റ് വിൽപ്പനയാണോ? ഇതെന്നാ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും. മണി ചെയിൻ ആണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾ തന്നെ തീർന്നിട്ടുണ്ടാവും. ഇത് സംഭവം അതാണോ? നിങ്ങൾക്ക് തന്നെ ഇതെന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ഫോർ അല്ല എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അതല്ല ഇതെല്ലാം പറയുന്നുണ്ടാവും. പിന്നെന്താ സംഭവം? അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ഇത് ഒരു കാര്യം നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു പരിപാടിയല്ല. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റി താല്പര്യം ഉണ്ടെങ്കിൽ, ഒരാൾക്കും ഒരു പൈസയും കൊടുക്കണ്ട, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കണ്ട, ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു സൂമിൽ ലിങ്ക് തരാം, അതിലേക്ക് വരും. അപ്പോൾ അവരെന്താ വീണ്ടും പറയുക, സൂമിലൊന്നും വരാൻ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലൂടെ പറഞ്ഞേക്കെന്ന് പറയും. അപ്പോൾ അവരുടെ ഒറ്റ കാര്യം പറയണ്ടു, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല. കാരണം ഇത് ഒരു ദിവസത്തെ ചെയ്യേണ്ട ബിസിനസ് അല്ല, ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്.
നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ, അല്ല ഇന്ന് ഒരു ദിവസം അരമണിക്കൂർ മാറ്റി വെച്ചാൽ നാളെ മാറ്റി വെക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി തേടി വന്ന ആളാണെങ്കിൽ പാർട്ട് ടൈമെങ്കിലും വേണ്ടേ, അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും വേണ്ടേ. 24 മണിക്കൂർ അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളിത് ചെയ്യണ്ട, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും കയറി വന്നാൽ മീറ്റിംഗ് കയറി വന്നോട്ട് വെച്ചിട്ട് വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് പല ആൾക്കാരെ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അടിച്ച് പിടിച്ച് തൂങ്ങി പിടിച്ച് ഇവിടെ കൊണ്ടുതരും. സൂം മീറ്റിംഗ് കൊണ്ടുവന്ന് ഷാജി സാർ എങ്ങനെയെങ്കിലും അത് എങ്ങനെയെങ്കിലും ജോയിൻ ആക്കി തെളിച്ച് കൊണ്ടുതരും. ആ വ്യക്തി കാരണം ചിലപ്പോൾ ബാക്കിയുള്ള സീരിയസ് എടുത്ത ആൾക്കാർ നെഗറ്റീവായി തിരിച്ചു പോകുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആൾക്കാരും നെഗറ്റീവ് കേട്ടിട്ട് അത് വന്നിരിക്കുന്നത് സീരിയസ് ആയിട്ട് പ്ലാൻ കേട്ട് മോട്ടിവേഷനിലാണ് ഇന്ന് ചെയ്തേക്കാൻ കുഴപ്പമില്ലെന്ന് തോന്നിയിരിക്കുന്ന സമയത്തായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞ വ്യക്തി എടുത്തടിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട ഉടനെ ഇവരെങ്കിലും ലെഫ്റ്റ് ആയി പോകുന്നുണ്ടാവും. നല്ല വ്യക്തി പോലും അവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ടാവും. അതുകൊണ്ട് ഒരാളെ നിർബന്ധിച്ചിട്ട് കാല് പിടിച്ച് കൊണ്ടുവരണ്ട. ഒരൊറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് ഇതിലൂടെ രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇതിൽ ആർക്കും പൈസ കൊടുക്കണ്ട, ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണ്ട. ഒരു പ്രൊഡക്റ്റ് സെല്ലിങ് ബിസിനസ് അല്ല ഇത്. നിങ്ങൾ ക്ഷമയോടെ അരമണിക്കൂർ കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് 100% കോൺഫിഡൻറ്റും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ആരും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കില്ല. എന്നിട്ടും വിശ്വാസം വന്നില്ല, 1, 2, 3, 4 പ്രാവശ്യം കേട്ട് 100% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. അത് അവർക്ക് ഓക്കെ അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾ വരണ്ട എന്ന് പറയാനുള്ള ആ തൻ്റെ ഇടം നമുക്കുണ്ടാവണം. എന്തുകൊണ്ടാണ് അതില്ലാത്തതെന്നറിയോ? നമ്മൾക്കിതിൽ കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെ കോൺഫിഡൻറ്റ് വരിക? നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കോൺഫിഡൻറ്റ് വരാത്തത്. നമ്മൾ എല്ലാ ദിവസവും ആക്ടിവിറ്റി ചെയ്യുകയും എല്ലാ ദിവസവും നടക്കുന്ന പ്രസൻറ്റേഷൻ അറ്റൻഡ് ചെയ്യുകയും ആ പ്രസൻറ്റേഷൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് കേട്ടാലേ നമുക്ക് ഉള്ളിലോട്ട് കയറുള്ളൂ. ഇത് ഇന്നലെ തന്നെ ഇയാളെന്നെ ഇതുവൻ പറഞ്ഞു, മെനിഞ്ഞാന്ന് ഇത് തന്നെ പറഞ്ഞു, ഇന്നലെ ഭീമ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു, സുഷിത ചെയ്യുമ്പോൾ ഇത് തന്നെ പറഞ്ഞു, ശമന ടീച്ചർ ഇത് തന്നെ പറഞ്ഞു, വേറെ ഒന്നും ഇവർക്ക് പറയാനില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഇത് എനിക്ക് പറയാൻ പറ്റുമോ? അതാരും നോക്കാറില്ല. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കണമല്ലോ, ഇത്രയും പ്രാവശ്യം ഞാൻ കേട്ടിട്ടും എനിക്കിത് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ ആൾക്കാർ? നിങ്ങളിത് കേൾക്കും വേണം, കേട്ട് പഠിക്കും വേണം, ഇതുപോലെ പറഞ്ഞു നോക്കും വേണം. കണ്ണാടിയുടെ മുന്നിൽ പോയി പറഞ്ഞു നോക്കണം, പ്രസൻറ്റേഷൻ ചെയ്ത് നോക്കണം. എന്ന് വെച്ച് നിങ്ങളിത് എല്ലാവരുടെയും പോയി വിളമ്പാൻ വേണ്ടില്ല, പ്രസൻറ്റേഷൻ ചെയ്ത് നോക്കി അതിൽ ഫുൾ ഓക്കെ ആയാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രസൻറ്റേഷൻ ചെയ്താൽ മതി. കാരണം എനർജി ഇല്ലാതെ ഒരു പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തികൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഓൺലൈൻ ചെയ്യുന്നുണ്ടോ ഇത്രയും കാര്യം അത് പറഞ്ഞ സ്ലൈഡിലെ കാര്യം കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല. അഥവാ നിങ്ങൾ ഫോണിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സ് ആവാം, നിങ്ങൾ പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന വ്യക്തിയായിരിക്കും. സിനിമയ്ക്ക് വിളിച്ചാൽ അവിടെ വരും, ഊട്ടിയിലോ കൊടൈക്കനാലോ ഗോവയിലോ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചാടിക്കയറി വരുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് വരും. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഇടാ ഒരു സംഭവമുണ്ട്, അപ്പോൾ തന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചങ്ങായി ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് സർജറി വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ വേണ്ടി പൈസ കൂടുന്ന നെട്ടോട് കൂടുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ടാവും. അപ്പോൾ തന്നെ ആ വ്യക്തി പിന്നെ ചിലപ്പോൾ ആ കോൾ പോലും എടുത്തുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും അവരെ ഫ്രീ മൈൻഡാണ് നോക്കണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്ന മൈൻഡ് നോക്കണം. അതൊക്കെ ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് പോലും ഷെയർ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ ഒരാളുടെ പറയുന്ന സമയത്ത്, ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിൽ, ആദ്യം അവരെ കോമൺ ആയിട്ട് ടോക്ക് നടത്തുക. എന്താ വിശേഷം, മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ വ്യക്തി ഓക്കെ ആണ് എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ ആ സമയത്ത് മാത്രമേ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. സംസാരിക്കുമ്പോൾ ബിസിനസ് പറയരുത്. എൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, എനിക്ക് ഇതിനൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എപ്പോഴാണ് കാണാൻ പറ്റുമോ? ബിസി ആണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ സൂമിന് ലിങ്ക് അയച്ചു, നീ കയറി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, നേരിട്ട് വരാൻ സമയമില്ലാതുകൊണ്ട് നീ കയറാൻ പറഞ്ഞാൽ ആ സൂമിന് ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ചെറിയൊരു സാധ്യത മാത്രമേ അവർ കൊടുക്കാൻ പാടുള്ളൂ. ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിൽ, ഇതിന് ചെറിയൊരു നിനക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം എന്തെങ്കിലും ഉണ്ട്, അത് കേട്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ നീ ഇതൊന്ന് കേട്ട് നോക്കി, ചിലപ്പോൾ നിനക്കിത് നിൻ്റെ പ്രോബ്ലംസൊക്കെ സൊല്യൂഷനാണ്, നിനക്ക് നിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ പറ്റുന്ന സംഭവമാണ്, ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ അദ്ദേഹം എന്താ സംഭവം വീണ്ടും ചെയ്യും, അല്ല ഞാനത് പറഞ്ഞ് ശരിയാവില്ല, നീ ഒന്ന് കേട്ട് നോക്കും. കാരണം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയി, ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അന്നേരം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്, നീ ഇതൊന്ന് കേട്ട് നോക്കി, ചിലപ്പോൾ നിൻ്റെ ഈ പ്രോബ്ലംസൊക്കെ മാറിയേക്കാം. ആ സമയത്ത് അദ്ദേഹത്തിന് കോൺഫിഡൻറ്റ് വരും. അല്ലാതെ നിങ്ങളവിടെ ഓപ്പർച്യൂണിറ്റി സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ആടെ സംഭവം എല്ലാം പോയി. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ? ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുമ്പം രണ്ട് ഇത് നോക്കുക, ഒന്ന് ബോഡി ലാംഗ്വേജാണ്, അതോടെ നമ്മൾ പറയുന്ന വാക്കുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ
ആ പറയുന്ന രീതി ഒന്ന് ചരിഞ്ഞു കുത്തി അല്ലെങ്കിൽ വഴി എങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞ ആൾക്കാരുണ്ടോ? ഇങ്ങനെ സംഭവം ഞാൻ ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? ആ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും വേണ്ട കേട്ടോ. അവരുടെ സ്ക്രിപ്റ്റും ചെറിയ പരിപാടി ഒരാളെ ചേർത്ത് നീ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതി, ആ സ്ക്രിപ്റ്റ് ഒന്നല്ല കേട്ടോ, ആ പരിപാടിയല്ല നമ്മളെ പരിപാടി. അതുകൊണ്ട് അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒന്നും ഇതിൽ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക. വളരെ ഞാൻ വേണമെങ്കിൽ ആ വാക്കുകൾ ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും ആൾക്കാർ എന്തുകൊണ്ടാണ് 4 hour ആണോ അല്ലെങ്കിൽ ഹൈ റിച്ച് ആണോ മണി ചെയിൻ ആണോ എന്നുള്ള പേടി കാരണം നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ള ആൾക്കാർ. അവർക്ക് കൊടുക്കേണ്ട വാക്ക് എന്താണ്? നിങ്ങളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് നിങ്ങൾ അഥവാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്നിരുന്ന ആളാണ്, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആളാണോ? ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ, സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ, യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കാതെ നിങ്ങളുടെ ഫ്രീ സമയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ വന്നത്. ഒരു അരമണിക്കൂർ സമയം മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ ആ ബിസിനസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എപ്പോഴാണ് ഫ്രീ ടൈം പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒരു 10 പേരോട് പറയുമ്പം ഒരാളെങ്കിലും എൻ്റെ പേര് ജമീലിയാണ്, ഞാൻ മലപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് പേരവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു മെസ്സേജ് ആ ഒരു ടൈപ്പിൽ മനസ്സിലാക്കും. ചെറിയൊരു കാര്യം അവർക്ക് ആ വോയിസ് മെസ്സേജിൽ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഉണ്ടാവും. അവരവിടെ പേരും സ്ഥലവും പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത് അവർക്ക് ചെറിയ മെസ്സേജ് കൊടുക്കുക, ഇന്ന് 9 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്കുള്ള ലിങ്ക് ഞാൻ അയച്ചുതരാം, ഒന്ന് കേട്ട് നോക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ യാതൊരുവിധ നഷ്ടങ്ങളും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആരെയും പറ്റിച്ചുകൊണ്ടുള്ള വരുമാനത്തിനോടല്ല, ജെന്യൂൻ ആയിട്ടുള്ള വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ 2 മണിയുടെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അതിന് പറ്റില്ലെങ്കിൽ രാത്രി 9 മണിക്കുണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അതിലേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കും. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ സ്ക്രിപ്റ്റിൽ വരാൻ പാടുള്ളൂ. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് സീരിയസ് ആയിട്ട് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ടോ കേട്ടോ. അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻറ്റ് വേണം, എക്സൈറ്റ്മെൻറ്റ് വേണം. നിങ്ങൾക്കിത് അറിയില്ല, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അറിയില്ല, ഒരു മീറ്റിംഗ് കേൾക്കുന്നില്ല, ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ എക്സൈറ്റ്മെൻറ്റും കോൺഫിഡൻറ്റും വരണമെങ്കിൽ നിങ്ങൾ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. നിങ്ങൾ അപ്ലൈനായിട്ട് എത്ര ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട്? എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ഞാൻ ഇതിൽ എത്ര ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിട്ട് പോലും ഇന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കും. എത്ര തിരക്കുണ്ടായാൽ പോലും ഞാൻ ഒരാളെ പോലും വിടാറില്ല. ചിലപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ചിലർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം. റെഗുലറായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്ക്? എന്തിനാ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്? നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ആ മെസ്സേജ് കാണുമ്പോൾ പോലും ഇയാളോട് എന്താ പറയുക? ഇയാൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തേ, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, അയച്ചോട്ടെ, ഇത് നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര ഗുഡ് മോർണിംഗ്, ഞാൻ 3, 4, 5 മാസമായിട്ട് ഗുഡ് മോർണിംഗ് അയച്ചാൽ പോലും ആ ഗുഡ് മോർണിംഗ് കണ്ടാൽ പോലും മൈൻഡ് ചെയ്ത എത്ര ആൾക്കാരുണ്ട്. ഞാൻ നോക്കും, ബ്ലൂ ടിക്ക് ഉണ്ടോ നോക്കും. ബ്ലൂ ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലും എന്തുകൊണ്ടാണ് മൈൻഡ് ചെയ്തത്? എന്നോട് ദേഷ്യം കൊണ്ടൊന്നല്ല കേട്ടോ. എന്നോട് ഒരാൾക്കും ദേഷ്യം ഉണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നോട് കാണിക്കാറ്. ഞാൻ നന്നായി ചൂടാവുന്ന വ്യക്തിയാണ്, ദേഷ്യം വരുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഈ ബിസിനസ്സിൽ ആരോടും ചൂടാവാറില്ല, സംസാരിക്കാറില്ല. വളരെ മയത്തോടുകൂടി സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. വെറും പാവമാണ് നിങ്ങളുടെ മുന്നിൽ. അങ്ങനെയല്ല ഞാൻ കേട്ടോ. വളരെ പാവത്തോടെ, വളരെ റിലാക്സ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാറുള്ളൂ. കാരണം ആ ബിസിനസ് മൈൻഡോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഇത്രയും ഡീസൻ്റായിട്ട്, ഇത്രയും ക്ലിയർ ആയിട്ട്, ഇത്രയും അഥവാ ഞാനൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളോട് ദേഷ്യപ്പെടാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാറുള്ളത്. എന്നിട്ട് പോലും അതിന് വില വെക്കാതെ, അതിന് മൈൻഡ് ചെയ്യാതെ എത്ര ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് വിഷമം, സങ്കടത്തോടെ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞത്. കാരണം ഇത്രയും പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടും ഇത്രയും മീറ്റിങ്ങിൽ ലിങ്ക് അയച്ചിട്ടും എന്നാൽ സാറേ ഞാൻ ബിസി ആവുകൊണ്ട് കയറിയിട്ടില്ല, തിരക്കായിപ്പോയി എന്നുള്ള പല കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യം. പക്ഷേ ചില ആൾക്കാർ വിഷമം കൊണ്ടായിരിക്കില്ല, എന്നെക്കൊണ്ട് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ കുറേ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടായിരിക്കാം. ഇതൊന്നും ഞാൻ നിങ്ങളെ സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. എനിക്ക് നിങ്ങളെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിലൂടെ വിജയിപ്പിച്ച് വരുമാനം വാങ്ങിച്ചാലെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ചില ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഷെയർ ചെയ്യും, സാറേ സാധനം വാങ്ങിച്ചിട്ട് 4 മാസം കഴിഞ്ഞു, ഉപയോഗിക്കാതെ വീട്ടിൽ വെറുതെ കിടക്കുക. ദയവ് ചെയ്ത് എൻ്റെ ഓർഗനൈസേഷൻ വന്ന ഒരാൾക്കാരും സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് വരെ ഒരാളും സാധനം വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ്, ഒരാളെയും നിർബന്ധിച്ചൊരു സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കാറില്ല.
നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം പർച്ചേസ് ചെയ്യരുത്. ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുതെ ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യരുത്. കൺസിസ്റ്റൻസി ഫ്രീ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മാത്രമേ അത് ചെയ്യണ്ടൂ, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിച്ചു, രണ്ടാമത്തെ മാസം വാങ്ങിച്ചു, സാധനം മൂന്നാമത്തെ ദിവസം വേണ്ട, പക്ഷേ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി വെറുതെ വാങ്ങിച്ചു വെക്കരുത്. നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ഞാൻ ചെയ്യാൻ വിടാറില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. കസ്റ്റമർ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. വേണ്ടെങ്കിൽ ഒഴിവാക്കട്ടോ. ഒരിക്കലും ഒരു 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി 3000 സാധനം വാങ്ങിച്ച് വീട്ടിൽ കളയാൻ വെക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. അത് തിരിച്ചറിയുക, അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളിൽ പ്രൊഡക്റ്റ് അധികം ഉണ്ടെങ്കിൽ അത് ആർക്കും കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. കളയരുത്, എക്സ്പയർ ആക്കി കളയരുത്. വെസ്റ്റേജ് കമ്പനി പ്രൊഡക്റ്റ് സെല്ലിങ് പറയാറില്ല, പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത ബിസിനസ് വിജയിക്കുകയും ചെയ്യില്ല. പക്ഷേ ഒരു 10 ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. ഈ ബിസിനസ് വരുമാനം വാങ്ങിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളിതൊന്നും അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഞാൻ അതും കൂടി ചെറുതായിട്ട് ഇതിൽ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഈസിയായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലും ഒന്ന് ആലോചിച്ച് നോക്കുക. 1000 രൂപയുടെ സാധനം വേണ്ടാതെ ഏതെങ്കിലും വീട്ടുകാരുണ്ടോ? 1000 രൂപയുടെ സാധനം വാങ്ങിക്കാതെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എത്ര പാവപ്പെട്ട ആൾക്കാരായിരിക്കും കുളിക്കാതിരിക്കില്ലല്ലോ. 2 സോപ്പെങ്കിലും വേണ്ടേ? ആഴ്ചയിൽ 3 ദിവസം കുളിച്ചാൽ പോലും 2 സോപ്പ് കൊണ്ട് ഒരു മാസം. 4 പേരുള്ള അച്ഛനും അമ്മയും 2 മക്കളുള്ള ഫാമിലി ആണെങ്കിൽ 2 സോപ്പ് എന്തായാലും വേണം. ആഴ്ചയിൽ 3 ദിവസം കുളിച്ചാൽ. ഡെയിലി കുളിക്കുന്ന വ്യക്തിക്ക് എന്തായാലും 4 സോപ്പ് കൊണ്ട് വരും. സോപ്പ് തേച്ച് കുളിക്കുന്ന ആൾക്കാർ കേട്ടോ. സോപ്പ് ഡബ്ബയിൽ വെച്ചിട്ട് വെള്ളം കുറിവയ്ക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞ് സോപ്പ് തേച്ച് കുളിക്കുന്ന വ്യക്തിക്ക് 4 സോപ്പ് എന്തായാലും വേണ്ടി വരും. ഒരു പേസ്റ്റ് എന്തായാലും ഒരു മാസം വേണ്ടി വരും, അല്ലെങ്കിൽ 1.5 മാസം ഓടുമായിരിക്കും. ഒരു പാത്രം ലിക്വിഡ് വാങ്ങിച്ചാൽ 3-4 മാസം ഓടും നമ്മുടെ ലിക്വിഡ്. തുണി കഴുകുന്ന പൗഡർ 2 പാക്കറ്റിങ് വേണ്ടി വരും. കുക്കിംഗ് ഓയിൽ എന്തായാലും ഒരു ബോട്ടിൽ വേണ്ടി വരും. ചായ കുടിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല, അല്ലെങ്കിൽ വിരുന്നുകാരങ്ങ് വന്നൊരു ചായ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു പാക്കറ്റ് ചായപ്പൊടി വീട്ടിൽ വാങ്ങിച്ചു വെക്കാം. ഇങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചാൽ തന്നെ 1200-1300 രൂപയാവും. ഇത് നിങ്ങൾ ഇതിൽ വന്നിട്ടില്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ. ചിലപ്പോൾ 5-10 രൂപ കുറഞ്ഞിട്ടായിരിക്കും ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കടമായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അല്ലേ. ആഴ്ചയ്ക്ക് ശമ്പളം കിട്ടി കൂലി കിട്ടിയാൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മാസത്തിൽ ശമ്പളം വന്നാൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ ബുക്കിൽ എഴുതി വെക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവിടെ പോയാൽ ഒരു പേസ്റ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ അച്ഛൻ തരുന്ന വെച്ച് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അമ്മ തരുന്ന വെച്ച് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടോ. മുടി മുറിക്കുന്ന കടയിൽ പോയി മുടി മുറിച്ച് അമ്മ തരുന്ന പറയലാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി പൊറോട്ട ഇറച്ചിയും കഴിച്ചാൽ അമ്മ തരുന്ന വെച്ച് വരുത്തുക. കാരണം ശമ്പളം കിട്ടും അമ്മയോട് കൊടുക്കണം. അതുപോലെയല്ല, ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അച്ഛൻ തരുന്നതല്ല അമ്മ തരുന്ന വെച്ച് പറഞ്ഞു വരാൻ പറ്റുന്നല്ല, ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇതിനൊരു ബിസിനസ് മൈൻഡിൽ കണ്ടു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലേ? ഏതൊരു ഫാമിലിക്ക് 1000 രൂപയുടെ സാധനം ആവശ്യമുണ്ടോ? അത് ഈ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്തിനാണ് വന്നത് ആദ്യം തിരിച്ചറിവുണ്ടെങ്കിൽ 1000 പോരാ, 2000 പോരാ, 3000 പോരാ, ഒരു 5000 രൂപയുടെ സാധനം ആവശ്യം വരും. എന്തിനാണ് നമ്മൾ വെസ്റ്റേജ് ബിസിനസ് വന്നത് ആദ്യം തിരിച്ചറിയാം. ആരോഗ്യത്തോടെ ജീവിക്കാൻ, അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ, മരുന്നുകൾ കഴിക്കാതിരിക്കാൻ വെസ്റ്റേജ് ബിസിനസ് ചെയ്തേ പറ്റൂ. അല്ല അസുഖങ്ങൾ വന്ന് രോഗിയായി ഹോസ്പിറ്റലിൽ പോയി കിടക്കാനാണോ താല്പര്യം, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ കെമിക്കൽ ഡ്രഗ്സ് കഴിക്കാതെ മരുന്നുകൾ കഴിക്കാതെ വേറൊരു അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിച്ചൂടെ? അതിനുവേണ്ടി വെസ്റ്റേജ് ബിസിനസ് ചെയ്യണം. നിങ്ങൾ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും അത്യാവശ്യം 2000-3000 രൂപയുടെ സാധനം വേണ്ടി വരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 2000 വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിൽ എത്ര രൂപക്ക് വാങ്ങിച്ച് നിങ്ങൾ ആ പുറത്ത് കടയിൽ പോയി വാങ്ങിക്കുന്ന സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട്, ഒരു 1000-1500 രൂപയുടെ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്രയും സാധനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ ചുറ്റുവട്ടത്തുണ്ടാവും. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ പരിചയത്തിലുണ്ടാവും. അവരോട് പോയി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 5-6 ലോയൽ കസ്റ്റമർ കണ്ടുപിടിക്കുക. വിൽപ്പനക്ക് വേണ്ടിയിട്ടല്ല, 5-6 ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്നും പോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അവർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ അവർ നാളെ നിങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു ലോയൽ കസ്റ്റമർ, ഒരു 100 രൂപയുടെ 200 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന ഒരു 5-6 കസ്റ്റമർ ഉണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു 1000-1500 സാധനം വേണ്ടി വരും. അങ്ങനെ ഒരു 3500 രൂപയുടെ സാധനം എല്ലാ മാസവും വാങ്ങിക്കുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ ഒരു 5-6 മാസം കഴിയുമ്പം നിങ്ങളുടെ വീട്ടിലൊരു മിനി ഷോപ്പ് പോലെ സാധനം ഉണ്ടാവും, ഫ്രീ പ്രൊഡക്റ്റ് മാത്രം. നിങ്ങളെല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക. ഒരു 100 BV കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ അത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടും ആർക്കെങ്കിലും കൊടുത്തുകൊണ്ടും ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ വരുന്ന 2500 ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഷെൽഫിൽ
ചെറിയൊരു ഷെൽഫിൽ, സെൻട്രൽ ഹാളിലുള്ള ചെറിയ ഷെൽഫിൽ ആനേനെയും പുലിനെയും ചകിരിയെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുക. മക്കൾക്ക് ഇട്ട് ഷീൽഡ് എടുത്ത് സൈഡിൽ മാറ്റി വെക്കുക. ചെറിയൊരു കള്ളം കാലിയാക്കി വെക്കുക. അവിടെ വെസ്റ്റീജിൽ പുടച്ച് വെക്കുക. വീട്ടിൽ ആരെങ്കിലും വിരുന്ന് തന്നാൽ ഇതെന്താ സാധനം ചോദിക്കും, പറയും ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് അവർക്കൊരു സോപ്പും പേസ്റ്റും എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഷാമ്പൂ, ഒരു ഹെയർ ഓയിൽ എടുത്ത് കൊടുക്കണം. ആ വ്യക്തി സ്ഥിരമായിട്ട് നിങ്ങളുടെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. ഞായറാഴ്ച വീട്ടിൽ വിരുന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ചിലപ്പോൾ അളിയൻ വരാം, അളിയൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാം, പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാം. അവർ വീട്ടിലിരുമ്പോൾ സെൻട്രൽ ഹാളിൽ ഇരുന്നാൽ, സോഫ സെറ്റിൽ ഇരുന്നാൽ കാണണം, ഷെൽഫിൽ കാണണം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ്. അവിടെ വെസ്റ്റീജിൻ്റെ ബോർഡ് എഴുതി വെക്കണം. അപ്പോൾ അവർ എന്ത് വന്നാലും ചോദിക്കും ഇതെന്താ സംഭവം എന്നുള്ളത്. അത് ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. പോകുമ്പോൾ ഒരു സോപ്പും പേസ്റ്റ് എടുത്ത് കൊടുക്കുക. നമ്മൾ ചക്കയും മാങ്ങി പൊതിഞ്ഞ് കൊടുക്കുന്ന പോലെ ഒരു സോപ്പും പേസ്റ്റും എടുത്ത് കൊടുക്കുക. പൈസ വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സോപ്പും പേസ്റ്റും ഒരു ഷാമ്പു എടുത്ത് കൊടുത്താൽ പോലും നമ്മുടെ വീട്ടിലേക്ക് അവർ വന്നപ്പോൾ ബിരിയാണി ആകുമ്പോൾ എത്ര 130 രൂപ ചിലവല്ലേ, അത്രേ പൈസ ചിലവ് വരുള്ളൂ. നാളെ മുതൽ അവർ ഇതിൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആ മിനി കോർണർ, ആ സെൻട്രൽ ഷോക്കേസ് മൊത്തം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റ് അവിടെ സ്റ്റോക്കായി വന്നിട്ടുണ്ടാവും. ഈ വന്നിരിക്കുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നാളെ വീട്ടിലേക്ക് വരും ഈ സാധനം വാങ്ങിക്കാൻ. നിങ്ങൾ എവിടെയും കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളൊരു സ്റ്റെപ്പാണ്. ഒരു 3000 രൂപ 4000 രൂപയല്ല, നിങ്ങൾക്ക് 20,000 രൂപയുടെ സാധനം മാസം വേണ്ടി വരും. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റ് 10,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ ചിലവ് ഫ്രീ ആയിട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു അവസരം എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും കുറിച്ച് ഒരു ബിസിനസ് മൈൻഡിൽ ഇതിനെ കാണാത്ത പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കാത്തത്. ഞാൻ ഈ സ്ലൈഡിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ, കാരണം ഞാൻ ഓൺലൈൻ ബിസിനസ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാണ് അത് ഉൾപ്പെടുത്തത് മറ്റുള്ള കാര്യം പറഞ്ഞത്. നമ്മളിതിൽ ഡിമാൻഡ്, റിക്വസ്റ്റ് വേണ്ട. കാല് പിടിക്കാനോ അയാളെ പിടിച്ച് എങ്ങനെയെങ്കിലും മീറ്റിംഗ് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഷാജി സാർ എങ്ങനെയെങ്കിലും ഡിമാൻഡ് ആക്കി ജോയിൻ ആക്കി തരുന്ന പ്രതീക്ഷയല്ല. റിക്വസ്റ്റ് ഒന്നും വേണ്ട, ഡിമാൻഡോട് നിനക്കൊരു ഓപ്പർച്യൂണിറ്റി താല്പര്യമുണ്ടോ എങ്കിൽ അരമണിക്കൂർ മാറ്റി വെച്ച് കയറോ. ആ ഡിമാൻഡിൽ തന്നെ ഇൻവിറ്റേഷൻ കൊടുക്കുക. നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളോടൊപ്പം അഥവാ ജോയിൻ ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളൊരു പരിചയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് വഴി പരിചയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പരിചയപ്പെട്ടു, ആ വ്യക്തിയെ കണ്ട ഉടനെ ചടപട വെസ്റ്റീജ് പറയാതെ അതേറ്റ് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക? അവരോട് ചോദിക്കുക, നീയൊക്കെ വളരെ സെറ്റപ്പായല്ലേ, അടിപൊളി ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല വരുമാനമൊക്കെ ഉണ്ടല്ലേ, ഞാനാകെ പെട്ടിരിക്കും, നമുക്കൊന്നും അത്ര പോരാ, നല്ല ജോലിയല്ല, ശമ്പളം കുറവായിരുന്നു. സത്യസന്ധമായിട്ട് അങ്ങ് പറഞ്ഞു നോക്കിയേ. ആ ചങ്ങായിൻ്റെ വായി നല്ല സത്യസന്ധമായി, എവിടെ ഫുള്ള് കടാടോ, ആ കാണുന്ന വീട് ലോണാണ്, കാറ് ലോണാണ്, EMI അടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഈ പണി മതിയാക്കി നാട്ടിൽ പോകണം ഇരിക്കുക, വൈഫാണെങ്കിൽ സ്ഥിരമായിട്ട് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കഥ അവരുടെ കയ്യിൽ വരും, യഥാർത്ഥ കഥ പുറത്തോട്ട് വരും. ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തിരിച്ചൊന്ന് ഷെയർ ചെയ്യുക. നെഗറ്റീവ്, നിങ്ങളൊക്കെ വലിയ സെറ്റപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തിരിച്ച് വരും. അങ്ങനെ നല്ലവിടെ ഫുൾ കടത്തിലാടെ, ലോണാടെ, അതാടെ ഇതാടെ എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് നിങ്ങൾക്ക് പറയാം, ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു ആശ്വാസമായി എന്ന് പറയുന്ന സമയത്ത് ആ ചങ്ങായി ചോദിക്കും, ഇതെന്താ സംഭവം? അതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിനക്ക് അഥവാ അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സംഭവം പിന്നെ പറഞ്ഞത്. ആ വ്യക്തിയെ പിറ്റേ ദിവസം നിങ്ങൾ പ്രസൻറ്റേഷനോ ലിങ്കൊന്നും അയച്ചു കൊടുക്കണ്ട. ഡെയിലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു റിലേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ബിസിനസ് വരും. ഈ ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാറില്ല. കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് ആയല്ലേ, 11 പേര് എൻ്റെ ബോറടിച്ച് ലെഫ്റ്റായി തോന്നും, അല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇതിലുണ്ട് ബിസിനസ്, കുറച്ച് സാധനം മാത്രം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര രീതിയിൽ കൊണ്ടുപോകുന്നുള്ളത്. നമ്മൾ ആ രീതിയിൽ നല്ല റിലേഷൻ ഉണ്ടാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഫിസിക്കലായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ ആ വീട്ടിലേക്ക് പോകരുത്. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, ഫാമിലിയാണ്, ചട്ടിയും കലം പോലെ എപ്പോഴും ഉടക്കായിരിക്കും അവിടെ. അവർ വീട്ടിൽ ഹസ്ബൻഡ് വൈഫും അടി കൂടി പണങ്ങി ചടപട ചട്ടിയും കലം എറിഞ്ഞ് പൊളിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളവിടെ പോയിട്ടുണ്ടാവും. രണ്ടുപേരും മുഖം ഉയർപ്പിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങളവിടെ പോകുന്ന കാര്യം പറഞ്ഞ് നല്ല രീതിയിൽ അത് ക്ലിയർ ആയ ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അത് ഞാൻ അങ്ങനെ പറഞ്ഞ് തമാശ പറഞ്ഞ കേട്ടോ. പിന്നെ നമ്മൾ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ നോക്കുക, അവരെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ കാര്യം ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അറ്റാക്ക് ചെയ്തേക്കരുത്. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ഇന്ന് എനിക്ക് പല ആൾക്കാർ മെസ്സേജ്, ഞാൻ കംപ്ലീറ്റ് കാര്യം പറഞ്ഞു സാറേ, അവർ നെഗറ്റീവ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ പറഞ്ഞു. അഥവാ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ 2 മണിക്കോ 9 മണിൻ്റെ പ്ലാൻ കേട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഐഡിയ എടുക്കാനോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ പറയരുത്.
അവരെ 1-2 മീറ്റിങ്ങിൽ അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കോൺഫിഡൻ്റാണ് കൊടുക്കേണ്ടത്. ഇവിടെ പല ആൾക്കാരും ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പല ആൾക്കാരും ലിങ്ക് ഷെയർ ചെയ്തെടുത്തിട്ടുണ്ടാവും. ലിങ്ക് ഷെയർ ചെയ്ത വ്യക്തി ബിസിയാണ്, അവർ ഇത് മീറ്റിങ്ങിലൊന്നും കയറില്ല, അവർക്ക് സമയമില്ല. ഷാജി സാറെ പേര് എഴുതി വെക്കും, മൊബൈൽ നമ്പർ എഴുതി വെക്കും. എന്ന് വെച്ചാൽ അയാൾക്ക് സമയമുണ്ടെങ്കിൽ അയാൾ എന്നെ അറിയിക്കും, അയാൾ എന്നെ ഫോളോ അപ്പ് ചെയ്തോളും, അയാൾ എന്നെ ജോയിനിങ് ആക്കി സക്സസ് ആക്കി തരും. നമ്മൾ സമയമില്ല, നമ്മൾ ബിസിയുള്ള ആൾക്കാരാണ്. പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ എഴുതി വെക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ അവരുടെ അപ്ലൈനും ആ മീറ്റിങ്ങിൽ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഈ എവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡൗൺലൈൻ ഒരു വ്യക്തിയെ പ്രസൻറ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളാണ് അപ്ലൈൻ എങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഈ അദ്ദേഹത്തെ കാണുക, ആ വ്യക്തിയുടെ നമ്പർ കളക്ട് ചെയ്യുക, അവർക്കൊരു കോൺഫിഡൻറ്റ് കൊടുക്കണം. അവരോട് പറയേണ്ട കാര്യം എന്താണ്, നിങ്ങൾ തൽക്കാലം ഒരു 3-4 പ്രാവശ്യം സെഷൻ അറ്റൻഡ് ചെയ്ത് നോക്കും. ഞാൻ ഇങ്ങനെ തന്നെ വന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇതിലൂടെ രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്, ഒറ്റക്കല്ല. നിങ്ങൾ ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഈ കമ്പനിയെക്കുറിച്ച് ശരിക്കും അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇന്ന് വൈകുന്നേരം 9 മണിക്ക് സെഷൻ അറ്റൻഡ് ചെയ്യുക. ഈ ഒരാഴ്ച കണ്ടിന്യൂ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾ 100% ബിസിനസ് ചെയ്യും. ഇതൊരിക്കലും നിങ്ങൾ കളയില്ല. ആ ഒരു കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ അപ്ലൈൻ അവർക്ക് കൊടുക്കേണ്ടത്. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? കുറവാണ്. കാരണം നമ്മൾ നെട്ടോട്ടമാണ് പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഐഡിയ എടുത്ത് സംഭവം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് സംഭവത്തിന് ആ വ്യക്തിയായിട്ട് ഒരു കണക്ഷൻ ഇല്ല. എവിടെ ഉണ്ടോ അവർ കൂടെ? ഒരാൾ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അവരോടൊപ്പം നിൽക്കുക, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ ഇതിൽ പിടിച്ചു നിർത്താനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പുതിയ ആൾക്കാർ പിറകെ പോലെ വേണ്ടത്. 50% നിങ്ങളുടെ വർക്ക് ആ ജോയിൻ ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ ആവണം. ചിലപ്പോൾ അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലാന്ന് പറയുമ്പം അയാളോട് ചൂടാവാനോ സാഹചര്യങ്ങൾ ഇന്ന് പല ആൾക്കാരുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ആ പ്രശ്നം നികത്താൻ വേണ്ടിയിട്ട് അവർ ബിസിനസ്സിൽ വരുന്നുണ്ടാവുക. സോപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ, അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും? അവർക്ക് നിങ്ങൾ കോൺഫിഡൻറ്റ് കൊടുത്ത് ഇതിൽ പിടിച്ചു നിർത്തി ഒരു 5-6 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് അവർക്ക് തോന്നും ഇത് ചെയ്താൽ കൊള്ളാം, ചിലപ്പോൾ എനിക്കിത് രക്ഷപ്പെട്ടേക്കാം. ചിലപ്പോൾ ഒരു 500 രൂപ കടം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്രാവശ്യത്തെ സോപ്പും പേസ്റ്റും ചായപ്പൊടിയും ഇതിൽ നിന്ന് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ആ ഒരു കോൺഫിഡൻറ്റ് കൊടുക്കാൻ നിങ്ങളുടെ ലീഡേഴ്സ് അവർക്ക് കൂടെ നിൽക്കണം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങളെല്ലാവരും? 99ഓളം മെസ്സേജ് 100 മെസ്സേജ് കാണുന്നതിലൂടെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നന്നായി പോകാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളതിന് ചെയ്യേണ്ട കാര്യം റെഗുലറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ജോയിൻ ചെയ്യിച്ച വ്യക്തിയായിട്ടുണ്ടെങ്കിൽ സമയം അധികമല്ലേ, റെഗുലറായിട്ട് നിങ്ങൾ ആരാണോ ഇതിൽ കണക്ട് ചെയ്ത വ്യക്തി അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവരുടെ അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അത് റെഗുലർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ പ്ലാൻ കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും വെർബൽ പ്ലാൻ കാണിക്കാതിരിക്കുക. ഒന്നിക്കൽ ഹോം മീറ്റിംഗ്, ഇത് ഞാൻ ഫിസിക്കൽ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞുതരാം. ഇപ്പം അൻസാർ ഭായി ആണ് ഈ ബിസിനസ് സീരിയസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ, അൻസാർ ഭായിൻ്റെ അയൽപക്കത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മളെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്യുക, വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരും. ആ ലീഡേഴ്സിനോട് പറഞ്ഞ് ടൈം അറേഞ്ച് ചെയ്തിട്ട് ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്യുക. ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ലീഡർ അവിടെ വരുന്നുണ്ടാവും, അവരെ വീട്ടിലേക്ക് ഒരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്യുക. ആ വരുന്ന സമയത്ത് ഹോം മീറ്റ് അറേഞ്ച് ചെയ്ത രീതിയൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞു തരുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഹാൾ മീറ്റിംഗ്, പഞ്ചാർ വായിൻ്റെ കാര്യം തന്നെ പറയാം. കൊല്ലം സ്വദേശിയാണ്, കരുനാഗപ്പള്ളി കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഹാൾ മീറ്റിംഗ് നടക്കാറുണ്ട്. അവിടത്തേക്ക് 1-2 ആൾക്കാർ കൊണ്ടുപോകാൻ പറ്റും നോക്കുക. 2-3 പേരെ അതിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ പോകണം. നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഹാൾ മീറ്റിംഗ് ആണ്, അയാളെ കൊണ്ടുപോകാൻ ഞാനും കൂടെ പോകണ്ടേ, അന്ന് ലീവ് എടുക്കണ്ടേ, ആ ഒരു കൂലി നഷ്ടമാവുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? നമ്മൾ എന്തിനാണ് ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ, ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിന് കൊണ്ട് വരുന്നത്. അന്ന് ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾ അളിയൻ്റെ കല്യാണത്തിന് ലീവ് എടുക്കൂലേ, കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ലീവ് എടുക്കൂലേ, അമ്പലത്തിൽ ഉത്സവം വന്നാൽ ലീവ് എടുക്കൂലേ, അതുപോലെ ഒരു ലീവ് ഇതിനെടുത്തൂടെ? അതെന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം അത് ലീവ് എടുക്കാൻ മടി? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്പലത്തിൽ ഉത്സവമാണ് 4 ദിവസം ലീവാണ്, കൂട്ടുകാരൻ്റെ കല്യാണം ലീവാണ്. നമ്മുടെ അയൽപക്കത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസാണ് ലീവ് എടുത്ത് അവിടെ പോകും, കാണാൻ പോകും. ഇതിനെല്ലാം നിങ്ങൾക്ക് ലീവ് കിട്ടും. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്ന സമയത്ത്, നമ്മുടെ വീട്ടിനടുത്തൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾക്ക് ലീവ് കിട്ടില്ല. വീട്ടിനടുത്ത് ഹാൾ മീറ്റിംഗ് നടന്നാലും പ്രോഗ്രാം വലിയ മെഗാ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലൊരാൾ ഗസ്റ്റ് വന്നാൽ പോലും പോകാൻ മടിക്കുന്ന ആൾക്കാരാണ്. ഗസ്റ്റ് അഥവാ വിളിച്ചു പറയാതെ വരുന്ന ആൾക്കാർ അവരോട് പറയാം എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ അവിടെ പോകാൻ റെഡി ആയിരിക്കുകയാണ്.
നിങ്ങൾ അതിന് വാല്യൂ കൊടുത്താൽ മാത്രമേ നിങ്ങൾ വീട്ടിൽ വന്ന് ഗസ്റ്റിന് മനസ്സിലാവുള്ളൂ ഇദ്ദേഹം സീരിയസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഗസ്റ്റ് വരുമ്പം പോലും അവരവിടെ പോകാൻ തയ്യാറായി നിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ സമയത്ത് വീട്ടിൽ ഗസ്റ്റ് വരുന്ന വിളിച്ച് പറഞ്ഞാൽ ഇന്ന് വരണ്ട, ഇന്ന് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ഒരു പ്രോഗ്രാം നടക്കുകയാണ്, മെഗാ പ്രോഗ്രാമാണ്, എനിക്കത് പോയേ പറ്റൂ, ഞാൻ അതിൻ്റെ മെയിനായിട്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് പോയേ പറ്റൂ, എൻ്റെ ടീമിലെ ആൾക്കാർക്ക് വരുന്നതാണ്. ആ റിട്ടേൺ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ബന്ധക്കാരായിക്കോട്ടെ, അവരൊരു തെറ്റും പറയില്ല. കാരണം വിരുന്ന് വരാൻ അടുത്ത ഞായറാഴ്ച വന്നാൽ നടക്കും, ഇന്ന് തന്നെ വരണമെന്ന് ആവശ്യമില്ല. ഇത് തിരുത്തി പറയാൻ നിങ്ങളെ സാധിക്കണം. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ വരണം. ഇത് പറയാൻ മടി എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത്രേ വാല്യൂ ഇതിന് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ്. അഥവാ നിങ്ങൾ അയൽപക്കത്ത് കല്യാണം ഉണ്ടെങ്കിൽ തന്നെ 9 മണിക്ക് സൂം മീറ്റിംഗ് നടക്കുന്ന സമയമാണെങ്കിൽ അവിടെ പോയിട്ട് 8 മണി 8:30 ആകുമ്പോൾ പറയാം, എനിക്കിന്ന് 9 മണിക്ക് മീറ്റിങ്ങുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്, സലാം പറഞ്ഞ് കൈ കൊടുത്ത് വരുക. ഭക്ഷണം 9 മണിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പറയാം 10:30 പോയാലും ഭക്ഷണം അവിടെ തരും. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് മാത്രം ഭക്ഷണം കൊടുക്കുന്ന കല്യാണം ഇവിടെ നേടിയില്ല. ആ ഒരു പ്രയോറിറ്റി നിങ്ങളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താ, ഇവനൊരു പരിപാടി തുടങ്ങിയിട്ട് അത് 5-6 മാസം കഴിയുമ്പോൾ പൂട്ടിക്കോളും. ഹൈറിച്ച് പൂട്ടിയല്ലോ, മറ്റേത് പൂട്ടിയല്ലോ, ഇത് പൂട്ടിയല്ലോ, ഇതുപോലെ അവൻ കുറച്ചും പൂട്ടി കരഞ്ഞുകൊണ്ട് വരുന്ന കാണാം. അത് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ കൂട്ടുകാർ കൂടുതലുണ്ടാവുക. അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണോ? ഇതിലൂടെ വിജയിച്ച് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച് ഇതിലൂടെ കാറ് വാങ്ങിച്ച് അവരുടെ മുന്നിൽ പോയി കാണിച്ചു കൊടുക്കണോ? എന്താ വേണ്ടേ? മധുര പ്രതികാരം. പ്രതികാരം എന്ന് വെച്ചാൽ ദേഷ്യം എന്ന് വെച്ചാൽ കുത്തിക്കൊല്ലലല്ല, മധുര പ്രതികാരം. എന്താ മധുര പ്രതികാരം? നിങ്ങളുടെ സക്സസ് കാണിച്ച് പ്രതികാരം കാണിക്കുക, നിങ്ങളിത് വിജയിച്ച് പ്രതികാരം കാണിക്കുക, അതാ വേണ്ടത്. പല ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ പറഞ്ഞു മീറ്റിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് അവൻ വന്നിട്ടില്ല, അവനോട് ദേഷ്യം പണക്കാം. ഒരു പണക്കവും വേണ്ട, അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. വരുമാനം ഒരു 50,000 വരുമാനം വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്താലും അവർ ബിസിനസ് വരുമെന്നില്ല. അവർ പറയുന്ന ഒറ്റ കാര്യം, അൻസാറെ ഇത് നിന്നെ കൊണ്ടൊക്കെ സാധിക്കും, നീ വെറുതെ നടക്കുന്ന ആളല്ലേ. ഞാൻ അങ്ങനെയാണോ? ഞാൻ ഫാമിലിയും കുഞ്ഞുങ്ങളായിട്ടുള്ള ആളല്ലേ, എനിക്ക് ജോലിയുള്ളേ, അൻസാറ് വെറുതെ നടക്കുന്ന ആളെന്ന് പറയാം. അങ്ങനെ അവർ കാണുള്ളൂ. എന്നോട് അങ്ങനെ എൻ്റെ ചങ്ങായിമാർ പറഞ്ഞത്. എനിക്ക് വേറെ ഒരു പണിയില്ലല്ലോ, എനിക്ക് ഫാമിലിയില്ല, മക്കളും ഇല്ല, ആരുമില്ല, ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അവരുടെ മനസ്സിൽ വേദന കൊണ്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഉള്ളിൽ വേദന ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ല. അവരൊരിക്കലും നിങ്ങളോട് ജോയിൻ ചെയ്യാനും പോകുന്നില്ല. അവരെ നിങ്ങൾ കൊണ്ടുവരാനും വേണ്ട. അതിന് അഥവാ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയാം, എനിക്ക് നേരിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, എൻ്റെ ടീമിൽ താഴെ ഒരാളുണ്ട്, അദ്ദേഹത്തിന് താഴെ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചിടാം. അങ്ങനെ മാത്രം പറയാൻ പറ്റും. ഡിമാൻഡ് വേണം അവിടെ. ഇത് ഹാൾ മീറ്റിംഗ്, അതുപോലെ പല പല പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എല്ലാവരും പോകണം. അടുത്തത് 1-to-1 മീറ്റിംഗ് ആണ്. നിങ്ങൾക്കൊരു വ്യക്തി സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും നെറ്റ്വർക്ക് ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാവാം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ അപ്ലൈനായിട്ട് പോയിട്ട് നേരിട്ട് പോയിട്ട് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് 1-to-1 മീറ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ലാസ്റ്റിലത്തെ ഓൺലൈൻ മീറ്റിംഗ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് ആൾക്കാർ എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡാക്കാം, വിശക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പോയെങ്കിലും വെച്ചിട്ടുണ്ട്. നമുക്കൊരു സക്സസ് ആവാനുള്ള 5 സ്റ്റെപ്പും കൂടെ പറയാം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്യുക. അദ്ദേഹം എന്തിനാണ് ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്? ഇന്ന് പല ആൾക്കാരും, സാറേ എനിക്ക് വീടില്ല, വാടക വീട്ടിലാണ്, സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. പല ആൾക്കാർക്ക് അസുഖം ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകും. അവരുടെ ഡ്രീം ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൻ്റെ ആ പ്രോസ്പെക്റ്റിനുള്ള ആ ഒരു ബെനിഫിറ്റ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സാധ്യതകൾ ഇനി വരുന്ന കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കമ്പനിയുടെ ക്രെഡിബിലിറ്റി. ഉടായ്പ കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, പൊട്ടി മുളച്ച് വരുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. 100 രൂപ കൊടുത്താൽ ജോയിൻ ചെയ്യുന്ന കമ്പനി സിമ്പിളല്ല. 100 രൂപ മിഠായി വാങ്ങിക്കുന്ന പൈസയിലാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കും. 100 രൂപ കൊടുത്ത് ലൈഫ് ലോങ് വരുമാനം എവിടെ നിന്ന് കിട്ടുക സുഹൃത്തുക്കൾ? അതിലെങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് പോകുന്നത്? ചില ആൾക്കാർ കൊണ്ട് സ്റ്റാറ്റസ് വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഏതെങ്കിലും കമ്പനിയിൽ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം നമ്മൾ വരുമാനം കിട്ടുമോ? നിങ്ങൾ എത്ര കാലം സ്റ്റാറ്റസ് വെക്കും? എന്താ ഈ പരിപാടി? എന്ത് ഉടായിപ്പ അതൊക്കെ? ആദ്യം വെസ്റ്റീജ് കമ്പനി എന്താണെന്ന് മനസ്സിലാക്കുക. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ കമ്പനിയെക്കാളും വലിയ പ്രൊഡക്റ്റുള്ള കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഹൈ വിഷണറി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സുള്ള ഫൗണ്ടേഴ്സുള്ള കമ്പനി. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് കമ്പനിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. നിങ്ങൾ എന്ത് കാണുന്നത്? യൂട്യൂബിൽ പോയിട്ട് ആരെങ്കിലും അയച്ച നെഗറ്റീവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക സ്ഥിരമായിട്ട്, എന്നിട്ട് അത് നമുക്ക് അയച്ചു തരും. സാറേ ഇതെന്താ സംഭവം, സാറിന് അറിയുന്ന കമ്പനിയാണോ? എന്നെയും കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തരും.
എന്തിനാണ് ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നത്? അളിയൻസ് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കരിക്ക് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മറിമായം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ സിനിമയിൽ കയറി കോടീശ്വരന്മാരായ മറിമായത്തിൻ്റെ ആൾക്കാർ. നിങ്ങൾക്ക് എന്താ കിട്ടിയേ? സമയം പോയി, യൂട്യൂബിലുണ്ടായ ഡാറ്റ നഷ്ടപ്പെട്ടു, പൈസ പോയി. ഡാറ്റ തീർന്ന വീണ്ടും ഡാറ്റ എടുത്ത് അളിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ, ലക്ഷറി ലൈഫിലേക്ക് പോകാൻ CP സബ്സ്ക്രൈബ് ചെയ്യൂ. വെസ്റ്റീജിൻ്റെ വിന്നിങ് ടീമിൻ്റെ CP സബ്സ്ക്രൈബ് ചെയ്യൂ. 2 രൂപയുള്ള ഒരു ദിവസത്തേക്ക്, ഒരു വർഷത്തേക്ക് 799 രൂപ. ഹിന്ദി മലയാളം എല്ലാം ഉണ്ട്. ഹിന്ദി പഠിച്ചുകൂടെ? ലാംഗ്വേജ് പഠിച്ചുകൂടെ? 2 രൂപനെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് 2 രൂപ. ഹിന്ദി പ്രസൻറ്റേഷൻ, അതിനകത്തൊരു സെഷൻ ഡെയിലി കേട്ടാൽ നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജ് കിട്ടും. അതിന് തയ്യാറല്ല ആൾക്കാർ. 799 രൂപയുള്ളൂ ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ദിവസം 1 മണിക്കൂർ അതിൽ ആ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഹിന്ദി ആവാം, മലയാളം ആവാം, തെലുങ്കാവാം, കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ ബിസിനസ് മനസ്സിലാവും. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമില്ലാത്ത വീഡിയോ കണ്ട് നിങ്ങൾ സമയം കളയാതിരിക്കുക. നെഗറ്റീവ് ആരും കാഴ്ച തന്നാൽ ബ്ലോക്ക് ചെയ്തേക്ക്, വിട്ടേക്ക്, വേണ്ട, അത് കേൾക്കണ്ട. എന്തിനാണ് നിങ്ങളെ തലയൊക്കെ ചാക്കുന്ന നെഗറ്റീവ് കയറ്റി വെക്കുന്നത്? വിട്ടുകളയും. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഗുണം പ്രൊഡക്റ്റിൻ്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫയറാവും. ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാൻ. ഇത് ഉപയോഗിക്കാതെ സാറേ ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചില്ലേ, ഞാനിത് ഉപയോഗിക്കില്ല, ഞാൻ കോളഗേറ്റിൽ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ സന്തോഷം വരും, എക്സൈറ്റ്മെൻറ്റ് വരും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് ബിസിനസ് വളരുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് ലോയൽ കസ്റ്റമർ എണ്ണം കൂടുള്ളൂ. അതുപോലെ ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ, സ്ട്രക്ചർ, സിസ്റ്റം, ട്രെയിനിങ്സ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. മാർക്കറ്റിംഗ് പ്ലാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നല്ല കമ്പനികൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. മോഡികെയർ, RCM ഒക്കെ നല്ല കമ്പനികളാണ്. മാർക്കറ്റിംഗ് പ്ലാൻ വ്യത്യാസമാണ് വെസ്റ്റീജുമായിട്ട്. ഇന്ന് മോഡികെയറിനും RCMനും പോലും നമ്മളെ മാർക്കറ്റിംഗ് പ്ലാനിൽ എത്താൻ പറ്റുന്നില്ല. പണി എടുക്കുന്നവർക്ക് പൈസ കിട്ടുന്ന കമ്പനി. എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ ഇതിലുള്ള ആർക്കും സാധിക്കും. ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ സാധിക്കും. ആർക്ക് വേണം, അൻസാർ ഭായിക്ക് വേണം എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. റെഡിയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നേക്കാളും വരുമാനം എൻ്റെ കൂടുതൽ ആൾക്കാർക്ക്. ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനും ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് മനസ്സിലാക്കുക, ഇതിൻ്റെ സിസ്റ്റം എന്താണ് മനസ്സിലാക്കുക, ഇതിൻ്റെ ട്രെയിനിങ് എവിടെയാണ് അവൈലബിൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വണ്ടിക്കൂലി നഷ്ടമാകുന്ന, സമയം നഷ്ടമാണ്, ലീവ് എടുക്കുന്നത് ചിന്തിക്കാതിരിക്കുക. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ടീമിലുള്ള 90%, 75% ആൾക്കാർ ലേഡീസാണ്. അവർക്ക് ലിമിറ്റ് ഉണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, പെർമിഷൻ കിട്ടില്ല. ആ ഒരു പ്രോബ്ലംസ് കാരണം ഞാനിപ്പോഴും സ്ട്രഗിളാണ് ഇപ്പോഴും. കാരണം എൻ്റെ ടീമിൻ്റെ ലീഡേഴ്സിനെ സിസ്റ്റം മനസ്സിലാക്കി കൊടുക്കാനും ഇത് പഠിപ്പിക്കാനും എനിക്ക് സാധിക്കാത്ത വിഷമം ഞാൻ സങ്കടപ്പെട്ടിരിക്കാം. അതുകൊണ്ട് ഞാനിപ്പോഴും അൻസാർ ഭായിനെ പോലത്തെ രാജീവ് സോപാനും ചേട്ടൻ ഇങ്ങനെ ജെൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതിലേക്ക് കൂടെ നിർത്താൻ റെഡിയായി നിൽക്കുക. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ, ഇതിൻ്റെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യൂ. നിങ്ങളെ കൊണ്ട് ഈ ബിസിനസ് ഈസിയായി കൊണ്ടുപോകാൻ സാധിക്കും. ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കൂ. ഗോക്രോൺ പോലത്തെ, അതുപോലെ ഡ്രീം നൈറ്റ് പോലത്തെ പ്രോഗ്രാം പോകാൻ ശ്രമിക്കുന്നതെല്ലാവരും. അതുപോലെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോളോ അപ്പ്, ഗെറ്റിംഗ് സ്റ്റാർട്ടർ നമുക്ക് വേണം അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. ഫോളോ അപ്പ് ചെയ്യുന്നത് എപ്പോഴും അവർക്കൊരു ഇറിറ്റേഷൻ ആകുന്ന രീതിയിലാവാതെ, ഒരു പർച്ചേസിങ് മെത്തേഡിലല്ലാതെ, അവരെ കൊണ്ടൊരു PV കയറ്റുന്ന ലെവലിൽ അല്ലാതെ ശ്രമിക്കുക. ഞാനത് പറയേണ്ട സമയം എനിക്ക് കഴിഞ്ഞുപോയി. ഒരിക്കലും നിങ്ങൾ ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ, പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോയിൻ ചെയ്ത് പ്രതീക്ഷിക്കരുത് കേട്ടോ. അവരെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണം, ശല്യം ചെയ്യാനല്ല. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ 1-2 പ്രാവശ്യം കൂടെ കേട്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആ ഒരു ഫോളോ അപ്പ് അവരെ ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്ലൈൻ്റെ കൂടെ, ഇപ്പം നിങ്ങളൊരു വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാൻ കേട്ട് ഓക്കെ ഐഡിയ എടുത്ത ശേഷം നിങ്ങൾ അപ്ലൈൻ്റെ കൂടെ അവരെ ഇരുത്താൻ ശ്രമിക്കുക. ആരാണോ നിങ്ങളെ കൂടെ വിജയിക്കുന്ന അപ്ലൈൻ, സക്സസ് ആകുന്ന അപ്ലൈൻ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന അപ്ലൈനോടെ ഇരുത്താൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഐഡിയ എടുപ്പിച്ച് പോയ വ്യക്തിയല്ല കേട്ടോ. നിങ്ങളോടൊപ്പം നിങ്ങളെ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അപ്ലൈനായിട്ട് ഇരുത്താൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ സമയം അധികമാണ്, ലാസ്റ്റ് സെഷൻ കുറച്ച് സ്പീഡായി പറഞ്ഞതാണ്. ഞാൻ ഇത്രയും സമയം ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓൺലൈനും കൂടെ കവർ ചെയ്തിട്ടാണ്, നമ്മൾ കൂടുതലും ഓൺലൈനിലാണ് ബിസിനസ് ചെയ്യുന്നത്, അതും കൂടെ കവർ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ ചെയ്ത സെഷൻ ചിലപ്പോൾ ഇന്ന് പല ആൾക്കാർക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പല ആൾക്കാരും സ്ട്രഗിൾ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മീറ്റിങ്ങിൽ കയറുമ്പം മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ പോലും സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്പനീൻ്റെ കുഴപ്പമോ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമല്ല. ഒന്ന്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലൈൻ
ചിലപ്പോൾ സീരിയസ് ആയെന്ന് വരില്ല. അവർ മറ്റുള്ള കാര്യങ്ങൾ താഴോട്ട് ഡെപ്ത് ഡ്രൈവ് ചെയ്യുന്ന കാര്യം പഠിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയി സീരിയസ് ആയി ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന വ്യക്തി അറ്റ്ലീസ്റ്റ് ഒരു 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. ഒരു 3-4 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി അവരെ കൂടെ നിർത്താൻ, അവർക്ക് വിജയിപ്പിക്കാൻ, അവർക്കൊരു ടീം ഉണ്ടാക്കാൻ, അവർക്ക് ചെറിയൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ കൂടെ നിർത്തുവാണെങ്കിൽ നിങ്ങളോടൊപ്പം അവരുണ്ടാവും. ഇന്ന് പല പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, താഴെയുള്ള വ്യക്തി സീരിയസ് ആയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മേലുള്ള ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ ചലഞ്ചസ്. അദ്ദേഹം സീരിയസ് ആയി ബിസിനസ് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മേലുള്ള ആൾക്ക് ദേഷ്യമാണ്. ഞാനല്ലേ അയാളെ കൊണ്ടുവന്നത്, എന്നുവെച്ചാൽ എനിക്ക് വരുമാനം ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരാണ്. കാരണം ഞാനൊന്നും ചെയ്യാനും റെഡിയല്ല, ഞാൻ എങ്ങനെയോ ഒരു ഐഡിയ എടുത്ത് കൊടുത്ത വ്യക്തി സൂപ്പറായി ചെയ്തു പോവാണ്, അദ്ദേഹത്തിന് വരുമാനം കിട്ടുകയാണ്. ഞാൻ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് വരുമാനം കിട്ടില്ല കേട്ടോ. നിങ്ങൾ സിസ്റ്റമാറ്റിക് ബിസിനസ് ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ഇവിടെ ഞാൻ എന്നും പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിതിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. എന്ന് വെച്ചാൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വർക്കല്ല കേട്ടോ. നിങ്ങൾ സിസ്റ്റമാറ്റിക് വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം, അദ്ദേഹത്തിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ പഠിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇന്ന് എനിക്ക് ഏറ്റവും ചലഞ്ചസ് ഇതെന്ന് വെച്ചാൽ, ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഐഡിയ എടുക്കുകയും പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വളരെ സന്തോഷത്തോടെ ഉണ്ടാവും. സന്തോഷത്തോടെ പർച്ചേസിന് ശേഷം അദ്ദേഹം ചിലപ്പോൾ സീരിയസ്, നല്ല സ്മാർട്ടായിരിക്കാം, നന്നായി സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം, വീണ്ടും 2-3 ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാവാം. അയാളോട് ദേഷ്യം, ആ വ്യക്തിക്ക് വരുമാനം കിട്ടും, എനിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ സോപ്പും വാങ്ങിക്കില്ല, പേസ്റ്റും വാങ്ങിക്കില്ല, ആരോട് പറയൂല. പറയുമ്പോൾ ചമ്മലല്ലേ, അയാളെന്താ വിചാരിക്കുക, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ചങ്ങയാണെങ്കിൽ വളരെ സീരിയസ് ആയി ചെയ്യുന്നുണ്ടെന്ന് വിഷമിച്ച് പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഇതിൽ നിങ്ങൾ എല്ലാവരും 75 പേര് ലാസ്റ്റ് വരെ ഇരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സുഹൃത്ത്. ഒരു വ്യക്തിയെങ്കിലും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, സന്തോഷിക്കണം. നിങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അഥവാ ഒരു ജോയിനിങ് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് താഴെ ഇട്ട് കൊടുക്കാൻ ഞാൻ പറയില്ല. കാരണം താഴെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വളർന്നു പോകും, നിങ്ങൾക്ക് അടുത്ത ടീം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് നിങ്ങൾ താഴെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് 1, 2, 3 ടീം ഉണ്ടെങ്കിൽ, ഇതിലൊരു പിടുത്തം കിട്ടണമെങ്കിൽ, ഒരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും സീരിയസ് ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവണം. ആ 3 പേര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാവണം. ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യിച്ച വ്യക്തി ആവണമെന്നില്ല, അതിന് താഴെ വന്ന വ്യക്തി മതി. അവർ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തി, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ കൂടെ നിർത്തുക, അവരെ എപ്പോഴും സംസാരിക്കുക. സീനിയർ ആയിട്ടുള്ള സീരിയസ് ആയിട്ട് ലീഡേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെല്ലാ മീറ്റിങ്ങിലും ഉണ്ടാവണം. 2 മണിൻ്റെ പ്ലാനിൽ നിങ്ങൾ എല്ലാ ലീഡേഴ്സും, ടോപ്പിൽ നിൽക്കുന്ന ലീഡേഴ്സ് നിങ്ങളതിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഡൗൺലൈൻസിൻ്റെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ, പ്ലാൻ കേൾക്കുന്നുണ്ടോ, അവരുടെ പേര് എഴുതി വെച്ച്, അവരുടെ നമ്പർ വാങ്ങിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. എനിക്ക് സങ്കടം ഇന്ന് ഉച്ചയ്ക്ക്, ഞാൻ ദേഷ്യം വന്നു പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയും ദേഷ്യത്തോടെ ഞാൻ സംസാരിച്ചത്. പല ലീഡേഴ്സും തോന്നിയിട്ടുണ്ടോ? എനിക്ക് വിഷമം വന്നുപോയി. കാരണം പല ആൾക്കാരും ലീഡർമാരെ ഇല്ല, ലിങ്ക് അയച്ചു കൊടുത്ത് പോയിരിക്കുക, കല്യാണത്തിനും ഹോസ്പിറ്റലിനും സിനിമക്കും പോയിരിക്കുക, ലിങ്ക് അയച്ചിട്ടിരിക്കുക. ആരാണോ ഇൻവൈറ്റ് ചെയ്ത് സമീർ അല്ലെങ്കിൽ ഇന്ന ആൾ, അയാളെ ഇൻവൈറ്റ് ചെയ്ത്, അയാളില്ല, നമ്പർ ചോദിച്ചാൽ തരുന്നുമില്ല. കാരണം എന്നെ അവർക്ക് അറിയില്ല, എനിക്ക് നമ്പർ തരാൻ പേടിയാണ്. ലേഡീസൊക്കെ നമുക്ക് നമ്പർ തരുമോ? എങ്ങനെ ഫോളോ അപ്പ് ചെയ്ത്, എങ്ങനെ വിജയിപ്പിച്ച് തരും അവരെ? നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ 1 മണിക്കൂർ 2 മണിൻ്റെ പ്ലാൻ സമയത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ ജോലിയുള്ള ആളാണെന്നോ, നിങ്ങൾ അപ്ലൈനോട് പറയോ, സാറേ ഞാൻ ഇന്ന ആൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന വ്യക്തി കയറാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയേക്കണേ, അതെങ്കിലും പറഞ്ഞൂടെ. പക്ഷെ സിനിമക്ക് പോകാനോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകാനോ അപ്ലൈനെ ഏൽപ്പിച്ച് പോകരുത് കേട്ടോ. നിങ്ങൾ ഡ്യൂട്ടിയുള്ള വ്യക്തി, ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം, അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ആകെ 1-2 മണിക്കൂർ മാത്രമേ ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടൂ. സ്റ്റാർട്ടിങ്ങിൽ വെറും 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ബിസിനസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. സ്റ്റാർ ഡയറക്ടർ കാർ ഫണ്ട് അച്ചീവർ ആയ ശേഷമാണ് ജോലി റിസൈൻ ചെയ്തത്. കാരണം അത് വാങ്ങിക്കാൻ സാധിക്കുന്നു, നാട്ടിലേക്ക് പോയാൽ 50,000 കൂടുതൽ വരുമാനം കിട്ടുന്നു, 100% കോൺഫിഡൻറ്റ് വന്നപ്പോഴാണ് ദുബായിലുള്ള 1.25 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വേണ്ടാന്ന് വെച്ചത്. അത് റിസൈൻ കൊടുക്കുന്ന സമയത്ത് കൈ വിറയണ്ടായിരുന്നു. കാരണം അഹങ്കാരമായി പോവോ, ദൈവം ഇത് കാണുമോ, ഇത് റിസൈൻ ചെയ്തതിന് പേര് ഇതായി പോവോ, പിന്നെ ജോലി കിട്ടാതായി പോവോ എന്ന് പേടിയുണ്ടായിരുന്നു. കൂട്ടുകാരെ നിരുത്സാഹപ്പെടുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുന്നുണ്ടായിരുന്നു, പല സൈഡിൽ നിന്ന് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നത് വെസ്റ്റീജ് കമ്പനിയിലായതുകൊണ്ട് പണിയെടുക്കാൻ പറ്റുവാണെങ്കിൽ
ഇതിൽ വിജയിക്കാൻ പറ്റുന്ന ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം വെസ്റ്റീജിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ പണിയെടുക്കുന്നവർക്കുള്ളതാണ്. ഞാൻ പണിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്ത എല്ലാ സ്ഥാപനത്തിലും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തി ഞാനായിരുന്നു. പക്ഷേ ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റും സൂപ്പർവൈസർമാരും ഹാർഡ് വർക്ക് ചെയ്യുന്നവനും ഒന്നും ചെയ്യിക്കില്ല. അവിടെ പണിയെടുക്കാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന പ്രൊമോഷൻ കൊടുത്ത് കൊണ്ടുപോകുന്ന കമ്പനി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. മണിയടിച്ച് നിൽക്കുന്ന ആൾക്കാർ പ്രൊമോഷൻ ചെയ്ത് പോകുന്ന കണ്ടിട്ട്. നാട്ടിലാണെങ്കിൽ രാഷ്ട്രീയക്കാരനെങ്കിൽ അവർ പൊക്കി കൊണ്ടുപോകും. പണിയെടുക്കുന്നവൻ വെറുതെ ഇരിക്കുള്ളൂ. ഇത് അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ആ ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനത് തിരിച്ചറിഞ്ഞതും സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടി, എൻ്റെ സ്വന്തം ബിസിനസ് വെസ്റ്റീജാണ്, അതിനു വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാൻ തയ്യാറായി. അവിടെയാണ് വിജയിച്ചത്. ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഞാൻ എഫേർട്ട് എടുത്തപ്പോൾ ആവശ്യത്തിന് പണമില്ലാതിൻ്റെ പേരിൽ ആ ബിസിനസ് പരാജയപ്പെട്ടു പോയതാണ്. എഫേർട്ട് എടുക്കാനില്ല, കറങ്ങി നടന്നിട്ടല്ല. പക്ഷേ ആ ബിസിനസ് വളരാനുള്ള പൈസ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ മാത്രം, റൊട്ടേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം, ശമ്പളം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മാത്രം ലോൺ എടുത്ത് ശമ്പളം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ആ ലോൺ അടക്കാൻ EMI അടക്കേണ്ടി വന്ന് പരാജയപ്പെട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എത്ര പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അതിൻ്റെ പേരിൽ എത്രത്തോളം നിങ്ങൾ നെട്ടോട്ട് ഓടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അതൊന്നും ആവശ്യമില്ല സുഹൃത്തെ. ഒരു 1000 രൂപക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. 1000 രൂപക്ക് സാധനം വാങ്ങിക്കുന്ന ഒരു 5-6 വ്യക്തിയെ കാണാൻ സാധിക്കുകയാണെങ്കിൽ 140 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കോൺഫിഡൻറ്റും എക്സൈറ്റ്മെൻറ്റും നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. വേറൊരു നെഗറ്റീവ് ഉള്ളിലോട്ട് കയറ്റാതിരിക്കും. ഇവിടെ പല ആൾക്കാരും ഞാൻ പല ആൾക്കാരും നെഗറ്റീവ് കേട്ടതുകൊണ്ട് പറയാണ്. പല ആൾക്കാർ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഇതെന്നും പറയുന്ന കാര്യമല്ലേ. ഒന്ന് ചെയ്യാനും തയ്യാറല്ലാതെ മാറി നിൽക്കുക ആൾക്കാർ. പഠിക്കാൻ തയ്യാറാവൂ. അതിലെന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ചോളൂ. അത് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കണമെന്നില്ല കേട്ടോ. ഈ ഡയറക്റ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ അപ്ലൈ ചെയ്തൊന്നും പഠിക്കില്ല. അവർക്ക് ഈസിയായി. കാരണം ഷാജി സാർ എല്ലാം പറഞ്ഞു കൊടുക്കും, എനിക്ക് കല്യാണത്തിനും പോകാൻ ബാക്കി എല്ലാ കാര്യവും നടക്കും എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് പഠിക്കില്ല, നിങ്ങൾ വളരില്ല, നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആവില്ല. ഇപ്പോൾ ഓൾറെഡി താങ്ങാൻ പറ്റാതെ ലിമിറ്റായി കിടക്കുക. എനിക്ക് പറ്റുന്നില്ല. ഞാൻ നോ പറഞ്ഞു പോയി തുടങ്ങി. ഇതുവരെ ഞാൻ നോ പറയാറില്ല. ഇപ്പം പറ്റില്ല എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഹിന്ദി പ്ലാനൊക്കെ കൊടുത്ത് മണിക്കൂറുകൾ ഹിന്ദി പ്ലാൻ കൊടുക്കും. ഇപ്പോൾ ഹിന്ദി പ്ലാൻ പറഞ്ഞാൽ എനിക്ക് മടിയാണ്, പറ്റില്ല എന്ന് പറയാം. കാരണം അവർ ജോയിൻ ചെയ്താൽ പോലും അവരെ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അങ്ങോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? മലയാളം ആണെങ്കിൽ അതുകൊണ്ട് ഇരുത്തിയാൽ മതി. ആ സൈഡിൽ കസേരയിൽ ഇരുന്നാലും മുള്ളുമിൽ ഇരുന്നാലും അവർ കേട്ടോളും, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഹിന്ദിക്കാർക്ക് ഇനി വീണ്ടും ഞാൻ വേറെ 1 മണിക്കൂർ സംസാരിക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ നോ പറഞ്ഞ് ഒഴിവാക്കി തുടങ്ങി. പണ്ട് അങ്ങനെ ഹിന്ദി കുഴപ്പമില്ല, ബംഗാളി ഞാൻ പറഞ്ഞു കൊടുത്തോളം എന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല, പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ ഓരോ ലീഡേഴ്സും ഇതിൻ്റെ മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ പല ലീഡേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സാജിദ, നീലഗിരിയൊക്കെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ഉള്ള അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും. സുഷിത പഠിച്ചുകൊണ്ടിരിക്കുക. വിനോദ് സാറിന് മാക്സിമം അദ്ദേഹത്തിന് പറ്റുന്നൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളും പഠിച്ചെടുത്ത് ഷെയർ ചെയ്യുക. അറിയാത്ത കാര്യം ഷെയർ ചെയ്തിട്ടോ, വെറുതെ അധികം വാങ്ങിച്ചു കൊടുക്കാനല്ല. നിങ്ങൾക്ക് അറിയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല. പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ച് നിങ്ങൾ വളരണം. ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാർ. ഞാൻ ഇന്നും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് എത്ര ലക്ഷം വരുമാനം വേണമെങ്കിലും വെസ്റ്റീജിൽ വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഗ്രാം വരുവാണെങ്കിൽ അത് പങ്കെടുക്കുക സുഹൃത്തുക്കളെ. 150 രൂപ കൊടുത്താലും പ്രശ്നമില്ല. 150 രൂപ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. നിങ്ങളോടൊപ്പം ഒരു ചങ്ങായി ഭക്ഷണം കഴിക്കാൻ വന്ന ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ 130 രൂപ പോയില്ലേ? നിങ്ങൾ ഞാൻ കൊടുക്കാൻ പേഴ്സണൽ പൈസ എടുത്ത് കൊടുക്കില്ലേ? ആ 130 രൂപ പോയി സങ്കടപ്പെടാറുണ്ടോ? ഇല്ല. ചിലപ്പോൾ മനസ്സിലുണ്ടാവും 130 രൂപ പോയി എന്നൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ എടുത്ത് കൊടുക്കുന്ന ഒരു ഷോ ആണത്. ശരിയാണോ അല്ലയോ? അതുപോലെ ഒരു ഫംഗ്ഷൻ 150 രൂപ കൊച്ചിയിൽ വരാൻ പോകും മെയ് 10-ാം തീയതി, സെക്കൻഡ് സാറ്റർഡേ മെയ് 10-ന്. നിങ്ങളെല്ലാവരും അവിടെ പോയി നോക്കുക പ്രോഗ്രാം. അവിടെ പോയി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പറയാം, ഷാജി മിത്തലിൻ്റെ ഓർഗനൈസേഷൻ വന്ന ആൾക്കാരായി 100 പേര് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തുന്നറിയോ? എല്ലാവരും റെഡിയാവും ആ പ്രോഗ്രാമിട്ട്. അത് കഴിഞ്ഞാൽ ഗോക്രോൺ വരുന്നുണ്ട്. ആ ഗോക്രോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ ഏത് ലെവൽ ഏത് ടീമിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, എവിടെ വർക്ക് ചെയ്താൽ നിങ്ങൾ വരുമാനം 1 ലക്ഷം രൂപയാവും, ഏത് ടീമിൽ പോയി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു സൂം മീറ്റിംഗ് മാത്രമല്ല വെസ്റ്റീജിൽ ബിസിനസ്. ഇവിടെ പല ഭീമ മേഡും സുഷിതയും അതുപോലെ വിനോദ് സാർ എല്ലാ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. മറ്റുള്ള വലിയ വലിയ ലീഡേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഒരുപാട് നാട്ടിലുണ്ട്. നിങ്ങളുടെ വരുമാനം 5 ലക്ഷത്തിലേക്ക് പോകണോ, അത് അറ്റൻഡ് ചെയ്യൂ.
അല്ലെങ്കിൽ 50,000 അവിടെ നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് VLC VIP മീറ്റിംഗ് ഇതാ VIP മീറ്റിംഗ് കണ്ണൂർ വരാൻ പോവാണ്. അത് വിനോദ് സാറ് കണ്ണൂർ ആൾക്കാർ വിളിച്ച് കാല് പിടിച്ചാൽ പോലും ആണെങ്കില്ല. അദ്ദേഹം വിളിച്ച് പറഞ്ഞ് പരിപാടിയുടെ തലേന്ന് വിളിച്ച് മെസ്സേജ് അയച്ചാലും ഞാൻ ഉണ്ടാവും നാളെ പറയും. രാവിലെ പറയും വീടിൻ്റെ മുറ്റത്തൊരു ചങ്ങായിക്ക് ആക്സിഡൻ്റ് ആയിപ്പോയി, ഇപ്പം അത് ഒഴിവാക്കാൻ പറ്റില്ല, ഇപ്പം ബോഡി വരുമെന്ന് പറയും. ഇത് തീർന്നു, പരിപാടി തീർന്നു. ആ വിനോദ് ഭായി ഒരാഴ്ച കംപ്ലീറ്റ് ആളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് ലിസ്റ്റൊക്കെ ആക്കി എനിക്ക് അയച്ചിട്ടുണ്ടോ. ലാസ്റ്റ് വിനോദ് ഭായി മാത്രം അവിടെ ഉണ്ടോ. ഇതാ അവസ്ഥ. വിനോദ് ഭായിൻ്റെ അയൽപക്കത്ത് ആർക്കും ആക്സിഡൻറ്റും ഇല്ല, കല്യാണവും ഇല്ല, ഉത്സവവും ഇല്ല, പെരുന്നാളും ഒന്നുമില്ല. അദ്ദേഹം കറക്റ്റ് സമയത്ത് അടയ്ക്കുന്നു. എന്തുകൊണ്ടാണെന്നല്ലോ, നിങ്ങൾക്കിതിൽ പ്രയോറിറ്റി ഇല്ല സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് ഹൈദരാബാദ് FR അറ്റൻഡ് ചെയ്ത് രേഖ ചേച്ചിയോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു. രേഖ ചേച്ചി വന്നിട്ടുണ്ട്, ഫുൾ ഫയറിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അപ്ലൈൻ അവരെ വിളിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ആ ഫയറിൽ അവർക്ക് ബിസിനസ് കൊടുത്തു കഴിഞ്ഞാണല്ലോ അവർ ഈ വർഷം 1 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കും. പക്ഷേ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത വ്യക്തിക്ക് ഒരു വർഷം കൊണ്ട് 1 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ പല ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത് എന്താ അറിയോ, അടുത്ത വർഷം രേഖ ചേച്ചിക്ക് 1 ലക്ഷം കിട്ടുമോ നോക്കാലോ എന്ന് പറഞ്ഞ് മീറ്റിംഗ് കാത്തിരിക്കും. ഒരു വർഷം ഒന്നും നോക്കില്ല, ഒന്നും ചെയ്യില്ല. രേഖ ചേച്ചിയുടെ വരുമാനം 1 ലക്ഷം രൂപ ആയെങ്കിൽ അതിന് കുറ്റം പറയാൻ നിൽക്കുന്ന ആൾക്കാരാണ്. രേഖ ചേച്ചി ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർ വേറെ കാര്യങ്ങൾ ബിസി ആണെങ്കിൽ എങ്ങനെ 1 ലക്ഷം രൂപ വരും? ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, നിങ്ങൾ കഴിഞ്ഞ FR അറ്റൻഡ് ചെയ്തല്ലോ 1 ലക്ഷം രൂപ കിട്ടിയോ? അപ്പോൾ അവർ ആ അറ്റൻഡ് ചെയ്ത വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു, സാറ് ഇങ്ങനെ അയാൾ ചോദിച്ചേ, ഞാൻ നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ കൊടുത്തോ? എന്ത് റിപ്ലൈ കൊടുക്കും? ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഒരു പരിപാടിക്ക് അവർ വന്നിട്ടില്ല. ആ ചൂടിലങ്ങ് പുകഞ്ഞ് മേലോട്ട് പൊങ്ങിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്? പഠിക്കാൻ. ആ പഠിച്ച കാര്യം ആക്ഷൻ ചെയ്യേണ്ട വരുമാനം വരാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത 3-4 ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. നിങ്ങളുടെ ഡൗൺലൈൻസ് ആണെങ്കിൽ അവരുടെ പിറകെ പോയി നിങ്ങൾ 50% സമയം കളയൂ. ഭീമ മാഡത്തിൻ്റെ ഡൗൺലൈനാണ്, റിയാസ് ഖാൻ്റെ ഡൗൺലൈനാണ്. നിങ്ങളുടെ സമയം, വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന സമയം 50% ആ ഒരു വ്യക്തിയുടെ കൂടെ കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. 100% ഞാൻ പറയുകയാണ്. ഫുൾ ടൈം അവരോട് വർക്ക് ചെയ്യും. ആ ടീം വലിയൊരു ടീമായി മാറും. കാരണം അവർ ഫുൾ പവറിലാണ് ഉള്ളത്. മലപ്പുറം തിരൂർ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരാണ് പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുപ്പിച്ച ആൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് പങ്കെടുപ്പിച്ച ശേഷം പിന്നെ ആ വ്യക്തി വിളിച്ചിട്ടുണ്ടാവില്ല. സത്യസന്ധമായി ഞാൻ പറയാണ്. ആ വ്യക്തി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാം എങ്ങനെയുണ്ട്? സൂപ്പർ പ്രോഗ്രാം, അടിപൊളി. എവിടെ ആ വ്യക്തി ഒരാളെ ഈ മീറ്റിങ്ങിലില്ല. ആ പ്രോഗ്രാം പങ്കെടുത്ത 3-4 ആൾക്കാർ മീറ്റിംഗ് ഉണ്ട്. പക്ഷേ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ടീം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ബിസിനസ് കൊണ്ടുപോകും. അവർ ഫുൾ അറിഞ്ഞ് മനസ്സിലാക്കി വന്നിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരാളെ വ്യക്തിയെ പറഞ്ഞയപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂ. അവരടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ലീഡേഴ്സൊക്കെ ശ്രദ്ധിക്കട്ടോ. ഞാനിത് ആരെയും കുറ്റം പറഞ്ഞില്ല, ഞാൻ വിഷമം കൊണ്ട് പറയാം. എനിക്ക് പറ്റണില്ല എല്ലാവർക്കും എത്താൻ പറ്റും. ഓരോരോ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ലീഡേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡൗൺലൈൻസിന് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് സമയമായിട്ടോ, 1.5 മണിക്കൂർ സെഷനായി പോയി. ഞാൻ എന്നിട്ടും ആ സ്ലൈഡ് കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇതൊന്നും എവിടെയും പഠിച്ചാലോ കേട്ടോ. ഇന്ന കാര്യം പറയണം. ഇന്ന് എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അപ്ലൈന് മെസ്സേജും, സാറേ ഇടിയാണ്, മഴയാണ്, അല്ലെങ്കിൽ നെറ്റില്ല, മൊബൈൽ കംപ്ലൈൻറ്റ് ആയിപ്പോയി, ആരെങ്കിലും സെഷൻ ചെയ്യിപ്പിക്കുമെന്ന് വയ്ക്കും. എൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്ന് ഈ സെഷൻ ഇത്രയും ഫയറായി വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാതെ വന്നു കേട്ടോ. എനിക്ക് ഇന്ന് സെഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരി, ഇന്ന് എനിക്ക് ഈ സെഷൻ ഇന്ന് ടീം മീറ്റിൽ കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സെഷൻ ചെയ്യാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ പോലും ഇന്ന് ടീം മീറ്റിൽ വേറെ ആരെങ്കിലും സെഷൻ ചെയ്തു വന്നേ. നമ്മൾ അത്രക്കും ഇതിനെ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഉപകാരമായിട്ടുണ്ടാവും, കുറേ ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, വിഷമം വന്നിട്ടുണ്ടാവും. ഞാൻ ആരും വിഷമിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. വിഷമം എനിക്കുള്ളത് നിങ്ങൾ എൻ്റെ ഓർഗനൈസേഷനിൽ വന്നിട്ട് അത് വരുമാനം വാങ്ങിച്ച് തരാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ അത്രക്കും ആത്മാർത്ഥമായിട്ട് എൻ്റെ സഹോദരിയെ പോലും സഹോദരനെ പോലെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വിജയിപ്പിച്ച് തരാൻ പറ്റാതെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ കുറ്റം കൊണ്ടോ കമ്പനിയുടെ കുറ്റം കൊണ്ടല്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സഹായം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും റെഡിയാണ്. എനിക്ക് ആരും അങ്ങനെ ഒരു വിഷമവും ദേഷ്യമൊന്നുമില്ല. എല്ലാവരെയും വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ മെസ്സേജ് കാണുവാണെങ്കിൽ അത് റിപ്ലൈ തരാൻ ശ്രമിക്കുക.
എൻ്റെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ അത് മെയ് മാസമാകുമ്പോൾ മാറും. വാട്സപ്പ് നമ്പറൊക്കെ മാറുന്നുണ്ടാവും. കാരണം എൻ്റെ മൊബൈൽ വാട്സപ്പ് നമ്പർ ഞാൻ പണ്ട് ജോലി ചെയ്ത കമ്പനിയിലെ നമ്പറായിരുന്നു. ആ സിമ്മൊക്കെ പണ്ടേ പോയതാണ്. വാട്സപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മൊബൈൽ ഐഫോൺ ആയിരുന്നു, പഴയ ഐഫോണാണ്. ആ വെർഷൻ മെയ് 5-ാം തീയതി വരെ ആ മൊബൈലിന് ജീവനുള്ളൂ എന്ന് കമ്പനി, ഐഫോൺ കമ്പനി തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി കുറേ ദിവസമായി. അത് പുതിയ ഫോൺ വാങ്ങിക്കണം, പുതിയ വാട്സപ്പ് നമ്പർ ആയിരിക്കും, അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടാവും. അഥവാ മെയ് 5-ാം തീയതി എൻ്റെ വാട്സപ്പിൽ ഞാൻ അഥവാ ലെഫ്റ്റായി പോയി കഴിഞ്ഞാൽ ഷാജി സാർ ബിസിനസ് വിട്ടുന്ന ഞാൻ നിൽക്കണ്ട കേട്ടോ. ബിസിനസ് ഞാൻ പുതിയ മൊബൈലിൽ കയറി വരുന്നുണ്ടാവും. അത് കണ്ടൊരു സന്തോഷിക്കേണ്ട ആരും കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഷാജി സാർ ലെഫ്റ്റായി, സംഭവം പൊളിഞ്ഞു കേട്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അതിന് മുന്നേ പുതിയ നമ്പർ എടുത്ത് പുതിയ മൊബൈലിൽ കയറി വരും. അതിന് മുന്നേ കയറി വരും കേട്ടോ. ഓക്കെ, ഈ കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ആ നമ്പർ മിസ്സായി പോയി കഴിഞ്ഞാലും എൻ്റെ നമ്പർ, പുതിയ നമ്പർ നിങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ഇന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ അയക്കണം. ഇത് ഈ മീറ്റിങ്ങിൽ പറയാനുള്ള കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ സെഷൻ ക്ലോസ് ചെയ്യാൻ നമ്മുടെ MCR ആണ് നീതു മേഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ വണ്ടർഫുൾ ആയിട്ട് 1.5 മണിക്കൂർ സാർ. കുറെ ആൾക്കാര് നമുക്ക് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും നേരം ഇരുന്ന ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ കൊണ്ടാണ് പേഴ്സണലി നമുക്ക് ആ ഒരു ഇത് ബിൽഡ് ചെയ്യാനായിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോ ഇതുപോലുള്ള സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഇപ്പൊ സാറ് സ്ലൈഡിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മള് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാക്കി വള്ളി പുള്ളി ചിഹ്നങ്ങളൊക്കെ ചേരണമെങ്കിൽ എല്ലാ ദിവസവും CEP നമുക്ക് സാറ് തരുന്നുണ്ട് അല്ലെ. CEP മോർണിംഗ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള സെഷൻസ്, സാറുമായിട്ടുള്ള ഡെയിലി കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ അപ്ലൈനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു സക്സസ് നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് ആൻഡ് വിഷ് യു വെൽ.